ഇന്ന് നമുക്ക് കിട്ടേക്കുന്ന വെരി വെരി ഇമ്പോർട്ടൻറ്റ് അഥവാ വളരെ വൈറ്റൽ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ ഇൻഫർമേഷൻ തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ചിരുന്ന് നമ്മളെ ടീമായിട്ട് അല്ലെ, നമുക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സുമായിട്ട് ഇരിക്കുമ്പോൾ കേൾക്കുമ്പോഴാണ് അതിനൊരു പൂർണ്ണത കൽപ്പിക്കാൻ പറ്റുന്നത്. സോ അതിനുള്ള പ്രയത്നം തുടർന്നുകൊണ്ടിരിക്കട്ടെ. എനിക്ക് 2006 ആർസിഎം ജോയിൻ ചെയ്യാൻ അവസരം കിട്ടി. പക്ഷെ ഞാനത് ഒരു അവസരമായി കണ്ടില്ല. 2011 ശേഷമാണ് ഞാനിത് അവസരം ശരിയായി മനസ്സിലാക്കുകയും അതിനുശേഷം പിന്നെ ഞാൻ സമയം പാഴാക്കിയില്ല. എനിക്ക് കിട്ടിയ സമയത്തിന്റെ പരമാവധി മാക്സിമം ഉപയോഗപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചു. അതുകൊണ്ട് എനിക്ക് ഈ ആർസിഎം എന്ന ഈ വലിയ സിസ്റ്റത്തിൽ എനിക്കും സ്റ്റാർ റൂബി എന്ന ലെവലിലേക്ക് ഉയരാൻ സാധിച്ചു എന്നത് തീർച്ചയായിട്ടും എൻ്റെ ഒരു ഭാഗ്യമാണ്. വെറും ഭാഗ്യമല്ലത്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, എൻ്റെ ജീവിതത്തിന് അടിമുടി മാറ്റിമറിക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. എനിക്കത് ആദ്യം മനസ്സിലായില്ല, അഥവാ ഇത്രയും വലിയൊരു സാധ്യത ഉണ്ട്, ഒരു സ്കോപ്പ് ഉണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് എനിക്കത് അന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് ഇതിന്റെ സാധ്യത പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ പല ആൾക്കാരും അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല. ഇത്രയും ഈ ആർസിഎം എന്ന ഈ സിസ്റ്റത്തിലൂടെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ എന്ന സംശയം ഇപ്പോഴും ആൾക്കാരെ കൊണ്ട് എന്നതാണ് വാസ്തവം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, നമ്മളായിട്ട് ശ്രമിച്ച് മറ്റുള്ള ആൾക്കാരുടെ ലീഡേഴ്സിന്റെ അല്ലെങ്കിൽ ക്രോസ് ടൈം ലീഡേഴ്സിന്റെ അല്ലെങ്കിൽ നമ്മളെ അപ്ലൈ ലീഡേഴ്സിന്റെ എവിടെയൊക്കെ അവസരം കിട്ടുമോ അവരോട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ യെസ്, ആർസിഎമ്മിന്റെ ഒരു സ്ഥിതി അല്ലെങ്കിൽ ആർസിഎമ്മിന്റെ ഒരു മഹിമ അല്ലെങ്കിൽ ആർസിഎമ്മിന്റെ ഒരു സാധ്യത നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഇന്ന് ഇതിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഷോപ്പുകൾക്ക് കിട്ടുന്നത്. ഇതിൽ ഇന്ന് കൃത്യമായിട്ട് ആ ക്യാപ്ഷനിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഷോപ്പ് ഓണേഴ്സിന് ഇത് നല്ലൊരു ടൂളാണ് കമ്പനിയുടെ എക്സ്പെൻസിലൂടെ. അതായത് കമ്പനി ചെലവിലൂടെ നമുക്ക് ബിസിനസ് ബിൽഡ് ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും നല്ലൊരു ടൂളാണ് ഈ പറയുന്ന ഷോപ്പുകൾ. അപ്പൊ മുർസാർ തുടക്കത്തിൽ പറഞ്ഞ് POS എന്നാ പറയുന്നത് അല്ലെ, പോയിന്റ് ഓഫ് സെയിൽസ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് നമ്മൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം അല്ലെ, അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പാലിക്കേണ്ടത്, ശീലിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ടത് നമ്മുടെ ഷോപ്പിന്റെ സെയില് കൂടുക എന്നുള്ളതാണ് അല്ലെ. ആ ഷോപ്പിന്റെ സെയില് കൂടുമ്പോൾ നമുക്ക് എന്താ പറയാ, നമുക്ക് നഷ്ടം ഇല്ലാതെ ചെറിയ ലാഭത്തിൽ ഈ ഷോപ്പ് നടത്താൻ സാധിക്കും. അങ്ങനെ 2006 ജോയിൻ ചെയ്ത ഞാൻ 2011 ഈ സിസ്റ്റം മനസ്സിലാക്കിയപ്പോൾ ഒപ്പം നിൽക്കാൻ ശ്രമിച്ചു. അതിനോടൊപ്പം ഈ പറഞ്ഞില്ലേ, ഈ ഷോപ്പിനെ കുറിച്ച് പഠിക്കണം അല്ലെ, പഠിക്കുവാണെങ്കിൽ നമുക്ക് നിറയുണ്ട്. നമ്മൾ വിചാരിച്ചാൽ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ട് പോലെ തോന്നും. പക്ഷേ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഇതിന്റെ ഭാഗമായി മാറുമ്പോൾ നമ്മളിലേക്ക് ഈ കാര്യങ്ങളെല്ലാം എത്തിച്ചേരുന്നു. ആ മാറ്റം ശരിക്കും നമ്മൾ അറിയുന്നില്ല എന്നതാണ് വാസ്തവം. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോരുത്തരും വലിയ വ്യത്യാസം അല്ലെങ്കിൽ കുറച്ചുകൂടി അല്ലെ, പണ്ട് 2006 അല്ലെങ്കിൽ 2011 ആർസിഎമ്മിനെ കുറിച്ച് എനിക്ക് എന്താണ് അറിവുണ്ടായിരുന്നത്, ഇന്നത്തെ ആ വ്യത്യാസം എന്താണെന്ന് ആലോചിക്കുമ്പോൾ ശരിക്ക് അഭിമാനം തോന്നും അല്ലെ. ആ ജീവിതത്തെക്കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട് അഥവാ ആഹാരം കഴിക്കുന്ന ആ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ എന്ത് മാറ്റം വരുത്തി എന്ന് ചിന്തിക്കുമ്പോഴും തീർച്ചയായിട്ടും ആർസിഎമ്മിനോട് എനിക്ക് അടങ്ങാത്ത ഇഷ്ടം അല്ലെ. ശരിക്ക് നമ്മൾ പറയില്ലേ, നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു പ്രേമം തോന്നണം. അത്രയ്ക്ക് നല്ലൊരു സിസ്റ്റത്തിൽ എന്നെ എത്തിച്ച എന്താ പറയാ, എന്റെ സുഹൃത്തായ സഫീർ, കേരളത്തിന്റെ അഥവാ സൗത്ത് ഇന്ത്യയിലെ ഒരേ ഒരു സഫീറാണ് നമുക്ക് ഇന്ന് സെഷൻ തരുന്നത്. അപ്പൊ ഞാൻ ഇതിലേക്ക് കടക്കാൻ പോകണം. ആർസിഎം എന്ന ഈ സിസ്റ്റം നമുക്ക് തന്ന TCGS മരിച്ചുകൊണ്ട് എസ്പെഷ്യലി ഇന്ന് ഈ പ്രോഗ്രാം ഏറെ കൂടുതൽ ഗുണകരമാകുന്നത് ഷോപ്പ് ഓണേഴ്സിന്. നമ്മളെ ഈ സിസ്റ്റത്തിന്റെ നട്ടെല്ല് അല്ലെ, ബാക്ക് ബോൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ ഷോപ്പുകളാണ്. അപ്പൊ എല്ലാ ഷോപ്പ് ഓണേഴ്സിനും എസ്പെഷ്യലി സ്റ്റാഫുകൾ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി ഒരുപക്ഷെ ഷോപ്പ് തുടങ്ങാൻ ഇതിന്റെ അവസരം എന്താണെന്ന് മനസ്സിലാക്കാൻ ഒന്ന് എത്തി നോക്കാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ യെസ്, തീർച്ചയായിട്ടും മോസ്റ്റ് വെൽക്കം ടു ദിസ് പ്രോഗ്രാം. ഞാൻ അവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്നല്ല അദ്ദേഹത്തെ പറയേണ്ടത് അല്ലെ, ഈസ് നോട്ട് അവർ ഗസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ നയിക്കുന്ന, നമുക്ക് നേതൃത്വം നൽകുന്ന, എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ശരിയായ വിധം നമ്മളെ പഠിപ്പിക്കുന്ന നമ്മളെ ഏറ്റവും വലിയൊരു മെന്ററാണ് അദ്ദേഹം അല്ലെ.
തീർച്ചയായിട്ടും നമ്മളെ എല്ലാവരെയും പ്രിയപ്പെട്ട സഫീർ CR മൂർ സാറിനെ ഇന്നത്തെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഞാൻ വെൽക്കം ചെയ്യാണ്. വെൽക്കം മൂർ സാർ. JRCM. താങ്ക് യു ബെൻ സാർ. JRCM നമ്മള് ഹാഫ് സെഞ്ചുറി അടിച്ചിരിക്കുകയാണ്. 525 പേരായി. ഇനിയും കുറച്ച് പേരുടെയൊക്കെ വരും കേട്ടോ. നിങ്ങൾ ഒന്നുകൂടെ ശ്രമിച്ചാൽ നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ഷോപ്പുകൾ, നിങ്ങളുടെ ടീം അംഗങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ഷോപ്പുകാർ ഉണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ അവർ നോക്കിപ്പിക്കുക. വന്നാൽ നന്നായിരിക്കും. ഓക്കെ. അപ്പോൾ ബിൻ സാർ കുറച്ച് ഫോർമലായിട്ടുള്ള ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞു. ആദ്യമായിട്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. എൻ്റെ പേര് നാരായൺ മൂർത്തി. ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലിയിലിരിക്കെ നമ്മുടെ എല്ലാം ഗ്രേറ്റ് അപ്ലൈൻ ഗോപകുമാർ സാറിൻ്റെ നിർബന്ധത്തിന് വിധേയനായി ആർസമിൽ ജോയിൻ ചെയ്ത ആളാണ്. അന്ന് ആവശ്യമില്ലെങ്കിലും 1500 രൂപ കൊടുത്ത് 3 പാൻറ്റിൻ്റെയും ഷർട്ടിൻ്റെയും തുണി വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ മെമ്പർഷിപ്പ് എടുത്തത്. അതായത് കമ്പൽസറി ആയിട്ട് അന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാലേ മെമ്പർഷിപ്പ് കിട്ടുമായിരുന്നുള്ളൂ. അങ്ങനെ കിട്ടിയ ആ പ്രൊഡക്റ്റ് സത്യത്തിൽ ഞാൻ തുറന്ന് നോക്കുക പോലും ചെയ്തിരുന്നില്ല. കാരണം അത് തയ്പ്പിക്കണമെങ്കിൽ വീണ്ടും അന്നത്തെ റേറ്റിൽ ഒരു 1000-600 രൂപ കൂടെ എനിക്ക് തയ്യൽക്കൂലി കൊടുക്കണമായിരുന്നു. ആവശ്യത്തിന് ഡ്രസ്സ് ഉണ്ടായിരുന്നുകൊണ്ട് അന്നേരം അത് തയ്ക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അത് ഞാൻ തുറന്നു പോലുമില്ല. പക്ഷേ ഏകദേശം ഒരു 6 മാസത്തിന് ശേഷം എനിക്കൊരു ഇൻകം വന്നു. ഇങ്ങനെ പറയുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നും ചെയ്യാതെ എങ്ങനെയാ വരുമാനം കിട്ടിയത്? ഒന്നും ചെയ്യാതെയല്ല, പ്രൊഡക്റ്റ് വാങ്ങിച്ചു, അതുകൊണ്ടാണ് വരുമാനം കിട്ടിയത്. പക്ഷേ ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിനോടൊപ്പം എൻ്റെ ടീം വളർന്നത് കൊണ്ടാണ് എനിക്ക് വരുമാനം കിട്ടാൻ ഇടയായത്. അതെങ്ങനെ വരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ആ വരുമാനം വന്നപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ വരുമാനം വരുന്നതെന്ന് അന്വേഷിക്കാൻ എനിക്ക് ഒരു കൗതുകമുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത് എത്രയോ കാലമായിട്ട് താങ്കളോട് പറയുന്നു, അത് കേൾക്കാൻ തയ്യാറായില്ല. ഇനിയും ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് നിങ്ങൾ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. ഏതായാലും എനിക്ക് കിട്ടിയ വരുമാനം ഞാൻ കാണിച്ചു തരാം. എനിക്ക് 5 അക്കം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം ആദ്യം മുതൽ അദ്ദേഹത്തിന് കിട്ടിയ വരുമാനം അന്ന് ചെക്കായിട്ടാണ് വരുന്നത്. അതിൻ്റെ കളർ സിറോക്സ് എടുത്ത് വെച്ചിരുന്നത് എന്നെ കൊണ്ടുവന്ന് കാണിച്ചു. ഏതാണ്ട് 11,700 മുകളിലായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ ഹയസ്റ്റ് ഇൻകം. അപ്പോൾ ഒരു പാസീവ് ഇൻകം തരുന്ന ഒരു സിസ്റ്റമാണ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ് എന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞിരുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് എയർഫോഴ്സിൽ നല്ലൊരു ജോലിയുണ്ട്, കൃത്യമായ ശമ്പളം കിട്ടുന്നുണ്ട്, മാത്രമല്ല എൻ്റെ ഭാര്യയ്ക്കും സ്കൂളിൽ ജോലിയുണ്ട്. അപ്പോൾ 2 പേർക്കും വരുമാനം ഉള്ളത് കൊണ്ട് ഇനിയൊരു വരുമാനത്തിൽ എനിക്ക് താല്പര്യമില്ല. കാരണം എൻ്റെ അറിവിൽ നേരായ വരുമാനത്തിൻ്റെ 3 മാർഗം: ജോലി, കൃഷി, ബിസിനസ്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു വരുമാനം, പ്രത്യേകിച്ച് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങുള്ളത് നേരായ മാർഗത്തിലാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഞാനിതിനെ നിരസിക്കുകയാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വിധേയനായിട്ട് ഞാൻ മെമ്പർഷിപ്പ് എടുത്ത് കുറച്ച് കാലത്തിന് ശേഷം ഒരു വരുമാനം വന്നപ്പോൾ അത് വരുന്ന വഴി അറിയാൻ ഒരു ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞാൻ ആദ്യമായി ഒരു മീറ്റിങ്ങിൽ പോയി. 34 പേര് മാത്രം പങ്കെടുത്ത ആ പ്രോഗ്രാമിൻ്റെ അവസാനം എനിക്ക് അത്ഭുതമായി. കാരണം അതിൽ 17 പേര് എയർഫോഴ്സുകാരായിരുന്നു. അപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം ഞാൻ ഒളിച്ചും പാത്തും പോയതാണ്, പക്ഷേ അത്ര ആളുകൾ കണ്ടപ്പോൾ എയർഫോഴ്സുകാർ ചെയ്യുന്നുണ്ട്. എന്താ കാരണം? നേരായ മാർഗത്തിലൂടെ എക്സ്ട്രാ ഇൻകം. അപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ലല്ലോ. പിന്നീട് പതുക്കെ ആർസിമിനെ അടുത്തറിയാൻ ശ്രമിച്ചു. അന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല, കാണിച്ചു കൊടുക്കാൻ പ്രൊഡക്റ്റുകളില്ല, ഔട്ട്ലെറ്റുകളില്ല, വരുമാനം കിട്ടിയ ആളുകളില്ല. എന്നിട്ടും ചെറിയ രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറായി. അങ്ങനെ 2006 വലിയൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ വിഷൻ ക്ലിയറായി. വിഷൻ എന്ന് പറഞ്ഞാൽ ദർശനം. ഇന്നില്ലാത്തത് നാളെ എന്താകുമെന്ന് കാണാൻ കഴിഞ്ഞു. എയർഫോഴ്സിലെ ജോലി ചെയ്താൽ അതിലൂടെ എനിക്ക് എവിടെ എത്താൻ കഴിയുമോ അതിനേക്കാൾ എത്രയോ മടങ്ങ് നേട്ടങ്ങൾ എനിക്ക് ഉണ്ടാക്കാൻ കഴിയും. എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന അഭിവൃദ്ധിയെക്കുറിച്ച് മാത്രമേ അന്ന് ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ. ഞാൻ എയർഫോഴ്സിലെ ജോലി വേണ്ടെന്ന് വെക്കാൻ അവിടെ നിന്ന് തീരുമാനിച്ചു. അങ്ങനെ തന്നെ അത് നടപ്പിലാക്കി. 2007 എൻ്റെ എയർഫോഴ്സിലെ കറണ്ട് എൻഗേജ്മെന്റ് പീരീഡ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ സർവീസ് വിട്ട് പുറത്തു വരുമ്പോൾ എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും എൻ്റെ കൊളീഗ്സ് അതുപോലെ എൻ്റെ സുപ്പീരിയേഴ്സ് ഒക്കെ ചോദിച്ചു, താൻ എന്ത് വിഡ്ഢിത്തരമാണ് കാണിക്കുന്നത്? നല്ലൊരു ജോലി, സെൻട്രൽ ഗവൺമെന്റ് ഡിഫൻസ്, എയർഫോഴ്സ്, ഡിഫൻസുകാർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊക്കെ അറിയാം. പ്രത്യേകിച്ചും അഭ്യസ്തവിദ്യരായ ധാരാളം ആളുകൾ ജോലി അന്വേഷിക്കുന്നവർ കേരളത്തിലുള്ളപ്പോൾ ഇങ്ങനൊരു ജോലി കിട്ടിയിട്ട് ഇത് കളഞ്ഞിട്ട്, അത്ര വലിയ നല്ല സാമ്പത്തിക സൗകര്യമൊന്നും ഇല്ലാത്ത, വിദ്യാഭ്യാസ യോഗ്യതയിൽ വലിയ മികവൊന്നും നേടിയിട്ടില്ലാത്ത താൻ പുറത്തു പോയി എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള ചോദ്യത്തിന് അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? റിയലി
വണ്ടർഫുൾ. അതിലപ്പുറം ഒന്നും പറയാനില്ല. ഏകദേശം 10-32 കോടി രൂപയുടെ ടേൺ ഓവർ ചെയ്യുന്ന വലിയൊരു ടീമിന്റെ തലപ്പത്ത് എത്താൻ കഴിഞ്ഞു. ഏകദേശം ഒരു 10-12 കോടിയോളം രൂപ ഓരോ മാസവും പലതരത്തിൽ ആളുകൾക്ക് വരുമാനം കിട്ടുന്ന ഒരു ടീമിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു. ബിൻസാർ പറഞ്ഞ പോലെ RCM ഒരു ബാലി കേറാ മലയാണ് എന്ന് കരുതിയിരുന്ന ആളുകളുടെ മുമ്പിൽ ഇത് അങ്ങനെയൊന്നുമല്ല. ആർജവവും ധൈര്യവും അതുപോലെ ദൃഢനിശ്ചയമൊക്കെ ഉള്ള ആളുകൾക്ക് എന്തും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം ആണെന്ന് ഇന്ന് പലരും അവരവരുടെ വിജയഗാഥയിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പം മുമ്പ് 7:15 കേരളത്തിലെ സൂം പ്രോഗ്രാമിൽ മുടങ്ങാതെ 7:15 നടന്നുകൊണ്ടിരിക്കുന്ന റോസസ് പ്ലാറ്റ്ഫോമിൽ അടൂരിൽ നിന്ന് ശൈലജ മാഡം അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. എക്സലന്റ്, അതിനപ്പുറം ഒന്നും പറയാനില്ല. ആ ഒരു പ്രസന്റേഷൻ കേട്ടാൽ ജീവനുള്ള സ്ത്രീകൾക്ക് തീരുമാനമെടുക്കാൻ അത് മതി. ഞാൻ പറയുന്നു, എന്തുകൊണ്ടാണ് RCMൽ മെമ്പർഷിപ്പ് എടുത്തിട്ടും ആളുകൾ തീരുമാനമെടുക്കാത്തത്? അറിയാത്തത് കൊണ്ടാണ്. RCMൽ ജോയിൻ ചെയ്യാൻ ഞാൻ മടിച്ചു, ജോയിൻ ചെയ്തിട്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഞാൻ മടിച്ചു, പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ മടിച്ചു, മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടും കാര്യങ്ങൾ മനസ്സിലായെങ്കിലും പ്രവർത്തിക്കാൻ മടിച്ചു, ധൈര്യം ഉണ്ടായില്ല. പക്ഷെ വലിയൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ വിഷൻ ക്ലിയർ ആയപ്പോൾ, RCMന്റെ ഓപ്പർച്യൂണിറ്റി മനസ്സിലായപ്പോൾ ഞാൻ എടുത്ത അന്നത്തെ കടുത്ത തീരുമാനമാണ് ഇന്ന് എന്നെ ഈ ലെവലിൽ എത്തിച്ചത്. ആ ഒരു തീരുമാനത്തിന് ശേഷം ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആരും പറയാതെ പങ്കെടുക്കുകയും എൻ്റെ ടീമിന് വേണ്ടി കഴിയുന്നത്ര പ്രോഗ്രാമുകൾ പലതരത്തിൽ നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. അതിൻ്റെ റിസൾട്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് നാം കാണുന്ന നമ്മുടെ ടീമിന്റെ വളർച്ച. അതിന് നിങ്ങൾ ഓരോരുത്തരും കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. കേരളത്തിൽ ഏകദേശം 2 ലക്ഷത്തോളം ആളുകൾ അസോസിയേറ്റ് ബയേഴ്സ് ആക്റ്റീവാണ്, ലൈവാണ്, ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നവരാണ്. പക്ഷെ ഒരു മീറ്റിംഗിൽ 1000 പേരെ പങ്കെടുപ്പിക്കാൻ വലിയ പ്രയാസമാണ്. കാരണം അവര് ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയും വില വ്യത്യാസവും മാത്രമേ അവർ കാണുന്നുള്ളൂ. RCM തരുന്ന ഓപ്പർച്യൂണിറ്റി അവർ കാണുന്നില്ല. എന്ന് അവരെ ആ ഓപ്പർച്യൂണിറ്റി കാണിച്ചു കൊടുക്കുന്നതിൽ നമ്മൾ സക്സസ്ഫുൾ ആകുമോ, നമ്മുടെ ടീം മുമ്പോട്ട് കുതിക്കും. അത് കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റാത്തതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന വിജയം നമുക്ക് കിട്ടാത്തത്. ഞാൻ ഒരാളും RCMൽ പരാജയപ്പെട്ടു എന്ന് ഞാൻ പറയില്ല. കാരണം 146 കോടി ജനങ്ങളിലെ ഇന്ത്യയിൽ കഷ്ടിച്ച് 4 കോടി ആളുകൾ മാത്രമേ RCMനെ കേട്ടിട്ടുള്ളൂ. അതിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയും ഉപയോഗിക്കുകയും വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ടാകും. അതിൽ നിന്ന് 2 ലക്ഷത്തോളം ആളുകൾ നമ്മുടെ ടീമിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയും ആയിരക്കണക്കിന് ആളുകൾ 10,000-ൽ കൂടുതൽ രൂപ വരുമാനം വാങ്ങിച്ചുകൊണ്ട് ജീവിതമാർഗമായി RCMനെ മാറ്റിയെടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടായ പരിശ്രമത്തിന്റെ വിജയം തന്നെയാണ്. ആ വിജയം മറ്റുള്ളവർ മുമ്പിൽ കാണിച്ചു വെക്കുമ്പോൾ ഇത് അനുദിനം വളരും. ഈ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു കാര്യം RCMന്റെ ഔട്ട്ലെറ്റുകളാണ്. ആദ്യം RCM തുടങ്ങിയ സമയത്ത് റീജിയണൽ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ എന്നായിരുന്നു അതിനുള്ള പേര് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. RCM തുടങ്ങിയത് 2000-ലാണ്. 2005-ലാണ് കേരളത്തിലേക്ക്, സൗത്ത് ഇന്ത്യയിലേക്ക് RCM കടന്നു വരുന്നത്. 2005-ൽ തന്നെ കേരളത്തിൽ 2 ഡിപ്പോ, ഒന്ന് ചെങ്ങന്നൂരും ഒന്ന് കോഴിക്കോടും തുടങ്ങാനിടയായി. അങ്ങനെ കോഴിക്കോട് ഡിപ്പോയിലേക്ക് സാധനങ്ങൾ കൊണ്ട് വന്നപ്പോൾ അത് വന്ന വണ്ടിയിൽ 2 സഹോദരന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ സ്വീകരിച്ച ആളുകളിൽ പ്രധാനിയാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റാർ ബി സുജി സാറ്. അദ്ദേഹം അന്ന് തുടങ്ങിയ ഔട്ട്ലെറ്റ് ഇന്നും ഇന്ത്യയിലെ കിങ് ഔട്ട്ലെറ്റുകളിൽ ഒന്നായിട്ട് കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ പ്രവർത്തിക്കുന്നു. എത്ര വർഷമായി. ഇപ്പോഴും ഒരു പക്ഷേ അദ്ദേഹം ആ ഷോപ്പിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. ഒരു 10 മണിക്ക് മുമ്പ്, 10:30-ക്ക് മുമ്പ് ഒരിക്കലും അദ്ദേഹം ഷോപ്പ് അടയ്ക്കാറില്ല. സ്റ്റാർ ബി ആയിട്ടും അത് അദ്ദേഹത്തിന്റെ ഒരു പാഷൻ കൂടെയാണ്. ഞാൻ പറഞ്ഞത്, ഇന്ന് ഏകദേശം 2000-ഓളം ഔട്ട്ലെറ്റുകൾ കേരളത്തിലുണ്ട്. റീജിയണൽ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ നിന്ന് പിന്നീട് അത് PUC ആയി, പിന്നീട് വണ്ടർവേൾഡ് ക്യുക്കായി, പലതരത്തിലുള്ള ഔട്ട്ലെറ്റുകൾ, ബസാറുകൾ വന്നു. അതുപോലെ ഇപ്പോൾ വണ്ടർവേൾഡും വണ്ടർവേൾഡ് പ്രൈമും എത്തിയിരിക്കുന്നു.
കീസോൾ ഔട്ട്ലെറ്റുകൾ, എക്സ്ക്ലൂസീവ് കീസോൾ ഔട്ട്ലെറ്റും കീസോൾ ഔട്ട്ലെറ്റും 2 തരത്തിലുള്ള കീസോൾ ഔട്ട്ലെറ്റുകൾ കമ്പനി അനുവദിച്ചു. കൂടാതെ ലക്ഷക്കണക്കിന് ഡിസ്പ്ലേ വാളുകൾ എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്നു കൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കുകയും നമ്മുടെ ടീമിന്റെ വളർച്ചയുടെ ഗതി നിയന്ത്രിക്കുകയും ചെയ്യാൻ സഹായിക്കുന്ന ഒരു അടിപൊളി സംരംഭം ഡിസ്പ്ലേ വാൾ. എൻ്റെ ടീമിൽ ഏകദേശം 14,000-ലധികം ഡിസ്പ്ലേ വാളുകളുണ്ട്. അതിൽ ചിലതൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല, പക്ഷേ ഭൂരിപക്ഷവും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ സെഷൻ എടുത്ത ശൈലജ മാഡം പറഞ്ഞു, അവർ ഡിസ്പ്ലേ വാൾ തുടങ്ങിയപ്പോൾ ശരിക്കും ഒരു ഗ്രാമപ്രദേശത്ത് ആണ് അവർ താമസിക്കുന്നത്. അവിടെ 3-4 കിലോമീറ്ററോളത്തിലെ ധാരാളം കടകളൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനൊരു ഡിസ്പ്ലേ വാള തുടങ്ങിയാൽ അത് എങ്ങനെ വിജയിക്കും, ഇത് പ്രയാസമായിരിക്കുമെന്ന് പറഞ്ഞിട്ട് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഏകദേശം 3 വർഷത്തോളമായി വിജയകരമായി ആ ഡിസ്പ്ലേ വാള നടത്താൻ കഴിയുന്നു എന്ന് ആ മാഡം, ശൈലജ മാഡം പറയുന്നത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. അത്തരത്തിൽ 10-13,000-ലധികം ഡിസ്പ്ലേ വാളുകൾ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് ഒരു എക്സ്ട്രാ ഇൻകം നേരായ മാർഗത്തിൽ നന്മകൾ വാരി വിതറിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഡിസ്പ്ലേ വാൾ. അങ്ങനെ എത്ര വലിയ രീതിയിലാണ് നമ്മുടെ ഈ ടീം എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും വരുമാനം കിട്ടിയ ആളുകളെ കാണിച്ചു കൊടുക്കാൻ പറ്റാതിരുന്ന ഒരു കാലത്ത് എല്ലാ മാസവും കൃത്യമായ കേന്ദ്ര ഗവൺമെന്റ് ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന ഞാൻ അത് വേണ്ടെന്ന് വെച്ച് ആർസിമിലേക്ക് വന്നു. അന്ന് ആളുകൾ എന്നെ കുറ്റം പറഞ്ഞു. ഇന്ന് ഞാൻ ആളോട് പറയും, നിങ്ങൾക്ക് എന്ത് ജോലി ഉണ്ടെങ്കിലും അത് വലിച്ചെറിഞ്ഞിട്ട് ആർസിമിലേക്ക് വരൂ. കാരണം ഒരു ജോലിക്കും ഒരു ബിസിനസ്സിനും ഒരു കൃഷിക്കും തരാൻ പറ്റാത്ത എല്ലാ നേട്ടങ്ങളും ആർസിമിന് തരാൻ കഴിയും. ആർസിമിന് മാത്രമേ തരാൻ കഴിയൂ. പക്ഷേ അത് മനസ്സിലാക്കാനും അത് നേടിയെടുക്കാനും കഴിയണം. ഈ അടുത്ത കാലത്ത് നമ്മൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗമാണ് അല്ലേ, പശു പാല് തരും എന്ന് പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പണ്ടല്ല, ഇപ്പോഴും എല്ലാവരും കേൾക്കുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ അങ്ങനെയാ കേട്ടത്, പശു പാല് തരും. പക്ഷെ ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു, പശു പാല് തരില്ല, പിന്നെ എന്ത് ചെയ്യണം, പാല് കറന്നെടുക്കണം. പശുവിനെ കറക്കാൻ അറിയാത്തവൻ പോയാൽ തൊഴികൊള്ളൂ. ശരിയാണോ? കറക്കാൻ അറിയാവുന്ന നല്ല കറവക്കാരനാണെങ്കിൽ 3-4 പശുവിനെ കറക്കും. അപ്പോൾ കറവ പഠിക്കണം, അതല്ലെങ്കിൽ തൊഴി കൊള്ളും. തൊഴി കൊണ്ട ആളുകൾ ഒത്തിരി പേരെ ഞാൻ ആർസിമിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, പഠിക്കണം, പഠിച്ച് നേരായ മാർഗത്തിൽ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ആർസിമിന്റെ ഔട്ട്ലെറ്റുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ആർസിമിന്റെ പ്രസന്റ് സെനാറിയോയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സെഷന്റെ ഉദ്ദേശം. ഞാൻ പറഞ്ഞു 2000-ഓളം ആർസിമിന്റെ ഔട്ട്ലെറ്റ് കേരളത്തിലുണ്ട്. 1.5% കൂടുതൽ 1.5% ഇൻസെന്റീവ് വാങ്ങിക്കുന്ന 500-ഓളം ഷോപ്പുകൾ കേരളത്തിലുണ്ട്. മോർ ദാൻ 500. എനിക്ക് എൻ്റെ സൈറ്റിൽ കംപ്ലീറ്റ് ഷോപ്പുകളുടെ പർച്ചേസും സെയിൽ റെക്കോർഡ് എനിക്ക് കിട്ടും. ഓരോ മാസവും എത്ര പേര് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നു എനിക്ക് എൻ്റെ സൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും. എത്ര പേര് പർച്ചേസ് ചെയ്യുന്നുണ്ട്, എത്ര പേര് 5000 PVക്ക് മുകളിൽ ചെയ്യുന്നുണ്ട്, ആരൊക്കെ വല്ലപ്പോഴും പർച്ചേസ് ചെയ്യുന്നുണ്ട്, ഒക്കെ എനിക്ക് നോക്കിയെടുക്കാം. ഇത് എൻ്റെ കഴിവല്ല, നമ്മുടെ സിസ്റ്റത്തിന്റെ പവറാണ്, പൊട്ടൻഷ്യലാണ്. അത് നമ്മൾ ഉപയോഗിക്കണം, അത് മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, ഇന്ന് കേരളത്തിൽ മാത്രമല്ല, ആർസിമിന്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ കോർ ലീഡേഴ്സ് എന്ന് പറയുന്ന 45-46 പേരുണ്ട്. ആ 46 പേരില് 50 വയസ്സിൽ താഴെയുള്ളവർ 2-3 പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. കേരളത്തിലെ ടെക്നിക്കൽ അച്ചീവർ സെന്റർ 160-ന് മുകളിൽ ടെക്നിക്കൽ അച്ചീവർമാരുണ്ട്. എല്ലാവരും ഇത്തരത്തിൽ സീനിയർ സിറ്റിസണും 70 വയസ്സ് കഴിഞ്ഞവരും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു 30 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരെ കാണാനില്ല. പക്ഷേ കഴിഞ്ഞ 3 വർഷമായിട്ട് ആർസിഎം ചെയ്തുകൊണ്ടിരിക്കുന്ന 3-4 വർഷമായിട്ട് ആർസിഎം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോക്കസ് ദ യങ്സ്റ്റേഴ്സ്, അറിവും കഴിവും വിദ്യാഭ്യാസവും സ്പീഡും ടെക്നോളജിയും ഉള്ള ചെറുപ്പക്കാരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരാഗ്രഹിക്കുന്നതെല്ലാം അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരേ ഒരു സംവിധാനം ആർസിഎം ആണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ മെയ് 24-ാം തീയതി ബിൽവാരയിൽ കമ്പനി ഹെഡ് ഓഫീസിൽ തന്നെ മാഷാൽ ഇവന്റ് എന്ന പേരിൽ നെക്സ്റ്റ് ജനറേഷൻ ചെറുപ്പക്കാരിലേക്ക് ഇതിന്റെ ചുമതല കൈമാറുന്ന ഒരു പ്രക്രിയ, എന്തെന്ന് പറയാ,
ഒരു സിംബോളിക്കൽ റെപ്രസെന്റേഷൻ വേണേൽ പറയാം. ചെറുപ്പക്കാരിലേക്ക് ഇതിന്റെ ഉത്തരവാദിത്തം കൈമാറ്റം ചെയ്യുന്ന ഒരു പ്രോഗ്രാം അവിടെ നടത്തുകയുണ്ടായി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ അഭ്യസ്തവിദ്യരായ ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന, വളരെ സ്പീഡിൽ കൈകാര്യം ചെയ്യുന്ന ചെറുപ്പക്കാര് ഇതിന്റെ മുൻനിരയിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും ആർസിഎമ്മിന്റെ ഗതി എന്ന് പറഞ്ഞാൽ സ്പീഡ്. അത് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ആർസിഎമ്മിന്റെ നന്മ വിളിച്ചോതുമ്പോൾ അത് കാണാൻ ആളുകൾ വരുമ്പോൾ കാണുന്നത് എന്തായിരിക്കും കാണുന്നത്? ആളുകൾ ആർസിഎമ്മിനെ കാണുന്നത് ആർസിഎമ്മിന്റെ ഔട്ട്ലെറ്റിലൂടെ ആയിരിക്കും, അവിടെയുള്ള ആളുകളിലൂടെ ആയിരിക്കും, അവിടെയുള്ള ഉൽപ്പന്നങ്ങളിലൂടെ ആയിരിക്കും, അവരുടെ പെരുമാറ്റത്തിലൂടെ ആയിരിക്കും, അവർ കൊടുക്കുന്ന സർവീസിലൂടെ ആയിരിക്കും, വ്യവഹാരങ്ങളിലൂടെ ആയിരിക്കും. അതുകൊണ്ട് ആദ്യം നമുക്ക് മെച്ചപ്പെടുത്തേണ്ടത് ആർസിഎമ്മിന്റെ ഔട്ട്ലെറ്റുകളെയാണ്. അതാണ് ഈ വർഷത്തെ 2026 ആർസിഎമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. സ്വാസ്ഥ്യ ക്രാന്തി വർഷ്, അത് ആർസിഎമ്മിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യം തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യ താരകം, ആരോഗ്യ മിത്രം എന്ന 2 സ്പെസിഫിക് ആയിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്നത്. നിങ്ങളിൽ ഒരു വലിയ ശതമാനം ആളുകൾക്ക് അറിയാവുന്ന, എന്നെങ്കിൽ കുറച്ചു പേർക്കെങ്കിലും അറിയത്തില്ലാത്ത ഒരു കാര്യമാണത്. അവനവന്റെ ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാക്കാനുള്ള ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് ഒരു പരിശോധന നടത്തി പോരായ്മകൾ എന്താണെന്ന് കണ്ടെത്തി അതിനെ ആർസിഎമ്മിന്റെ വഴിയിലൂടെ പരിഹരിച്ച് അതിന്റെ ഡോക്യുമെന്ററി എവിഡൻസ് സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ വ്യക്തി ആരോഗ്യ താരകം എന്ന പേരിൽ അനുമോദിക്കപ്പെടും. അതിന് ഹിന്ദിയിൽ പറയും സെഹത് സിതാര. അപ്പോൾ ദുർമേധസ്സുള്ളയാൾ, വെയിറ്റ് കുറയ്ക്കേണ്ടയാൾ, അദ്ദേഹത്തിന്റെ പരിശോധനയിൽ എനിക്ക് 10 കിലോ വെയിറ്റ് കൂടുതലുണ്ട്, അടുത്ത 3 മാസം കൊണ്ട് ഞാൻ വെയിറ്റ് കുറച്ചിരിക്കും. അദ്ദേഹം ആർസിഎം തരുന്ന വഴിയിലൂടെ ഭക്ഷണം നിയന്ത്രിച്ച് എക്സസൈസ് ചെയ്ത് ന്യൂട്രിചാർജ് S&F പോലെയുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്നു. അതിന്റെ ഡോക്യുമെന്ററി എവിഡൻസ് സബ്മിറ്റ് ചെയ്യുന്നു. കൊളസ്ട്രോൾ ഉള്ളയാൾ, തൈറോയ്ഡ് ഉള്ളയാൾ, അത്തരത്തിൽ ഏതെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ളയാൾ, അസോസിയേറ്റ് പേർ സ്വന്തം ആരോഗ്യത്തിൽ ഉണ്ടാക്കുന്ന പുരോഗതി തെളിവ് സഹിതം സബ്മിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം സെഹത് സിതാരയാകും. ഇനി സെഹത് മിത്ര എന്ന് പറഞ്ഞാലോ, ആർസിഎമ്മിലല്ലാത്ത ആളുകളിൽ 100 പേർക്ക് അത്തരത്തിൽ ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാക്കാൻ അവരെ സഹായിക്കുകയും അതിന്റെ ഡോക്യുമെന്ററി എവിഡൻസ് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവരെ ആരോഗ്യമിത്രം, കാരണം മറ്റുള്ളവരുടെ ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാക്കാൻ സഹായിച്ച സ്നേഹിതൻ എന്ന പേരിൽ അദ്ദേഹത്തെയും അനുമോദിക്കും. ഇത്തരത്തിൽ ഉള്ള പ്രചരണം ശക്തമായിട്ട് നടക്കുന്നു. ധാരാളം ആളുകൾ അതിന് പേര് രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്യാതെ ഡോക്യുമെന്റ് എവിഡൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ തന്നെയാണ്. എന്നാൽ 2026 ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് ഔട്ട്ലെറ്റുകളെ നവീകരിക്കുക, നല്ല ഔട്ട്ലെറ്റുകൾ പ്രൊമോട്ട് ചെയ്യുക. ഇപ്പൊ ഇവിടെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ധാരാളം അസോസിയേറ്റ് ബേസ് ഉണ്ട്, ധാരാളം ഔട്ട്ലെറ്റ് ഓണേഴ്സ് ഉണ്ട്. കുറച്ചു പേരൊക്കെ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്, വീഡിയോ ഓൺ ചെയ്യാത്ത ആളുകളുണ്ട്. ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തുമുള്ള ധാരാളം ആക്റ്റീവ് അസോസിയേറ്റ് ബേസ് ലീഡേഴ്സിനെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. പുതിയതായിട്ട് തൃശ്ശൂർ ആരെങ്കിലും ഒരു ആളെ ഒരു ഷോപ്പിലേക്ക് പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഉടനെ പറയും മൂർത്തി സാർ തൃശ്ശൂരാണല്ലോ, മൂർത്തി സാറിന് ചോദിച്ചാൽ അറിയാം ഏത് ഷോപ്പിലേക്കാണ് ആദ്യമായിട്ട് ഒരാളെ പറഞ്ഞു വിടാൻ നല്ലത്, നല്ല ഷോപ്പ് എവിടെയാണ്. എന്നെ ഒത്തിരി ആളുകൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ചോദിക്കുന്നവരോട് ഞാൻ ഒരു ഷോപ്പല്ല തൃശ്ശൂർ കാണിച്ചു കൊടുക്കുന്നത്, ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ഉള്ളതും ഏറ്റവും കൂടുതൽ വിസ്തൃതി ഉള്ളതും ഏറ്റവും ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതും ഏറ്റവും നല്ല സർവീസ് കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ധാരാളം ഷോപ്പുകൾ തൃശ്ശൂർ എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുണ്ട്. ഞാൻ അതൊക്കെ അവർക്ക് കൊടുക്കും. തൃശ്ശൂർ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഓരോ സ്ഥലത്തും അവർ പറയുന്നത്. ഇനി തൃശ്ശൂർ മാത്രമല്ല, ഇത് ബാംഗ്ലൂർ ആണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ബോംബെയിലാണെങ്കിലും എല്ലാവരും ചോദിക്കും, സാറേ നല്ല ഒരു ഷോപ്പ് അല്ലേ? അങ്ങനെ ചോദിക്കുന്നവർക്ക് എൻ്റെ ഷോപ്പ് ധൈര്യമായിട്ട് കൊടുത്തോളൂ എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? അതാണ് ചോദ്യം. 2000-ഓളം ഷോപ്പുകൾ കേരളത്തിലുണ്ട്. എൻ്റെ ഷോപ്പിന്റെ പേര്, എൻ്റെ ഫോൺ നമ്പർ ധൈര്യമായിട്ട് കൊടുത്തോളൂ എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഞാനിപ്പോ ചോദിക്കുന്നത് നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്യാൻ വേണ്ടിയല്ല. ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആളുകൾ പറയണം, യെസ്, ഈ ഷോപ്പ് നമുക്ക് ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാം. അങ്ങനെ എല്ലാവരെ കൊണ്ടും പറയിക്കുന്ന ഒരു ഷോപ്പായിട്ട് മാറണം നമ്മുടെ ഓരോരുത്തരുടെയും
RCMന്റെ ഔട്ട്ലെറ്റുകൾ. അതിന് വിഘാതം വരുന്ന, അല്പമെങ്കിലും സംശയം ഒരാൾക്ക് തോന്നാവുന്ന തരത്തിലുള്ള ഇടപെടലും നമ്മുടെ ഔട്ട്ലെറ്റിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഷോപ്പ് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? എനിക്കറിയാം, RCMൽ ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി ഉണ്ടാകുന്നത് ഷോപ്പുകളിലാണ്. ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി ഫേസ് ചെയ്യേണ്ടി വരുന്നത് RCMന്റെ ഔട്ട്ലെറ്റ് നടത്തുന്ന ആളുകളാണ്, അവിടുത്തെ സ്റ്റാഫാണ്, അല്ലേ? ഭക്ഷണം വളരെ രുചികരമായിരിക്കും. കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവും, നല്ല സുഗന്ധമുണ്ടാകും, കഴിച്ചാൽ സന്തോഷമുണ്ടാവും, വയറ് നിറയും, അല്ലേ? പക്ഷെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെല്ലാം തയ്യാറാക്കി കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് മിച്ചം വരും. ഭക്ഷണം ഉണ്ടാക്കാൻ എടുത്തതിൽ കുറച്ച്, അല്ലേ, തൊലിയെത്തിയതും ഒക്കെ ആയിട്ടുള്ളത്, അതെല്ലാം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ദുർഗന്ധമൊപ്പിക്കും. ശരിയല്ലേ? ഇത് എവിടെയുണ്ടാകും? ഒരു നന്മ മാത്രമായിട്ട് ഒരിടത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കൂടെ കുറച്ച് എന്തെന്ന് പറയാ, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെഗറ്റീവ് ഉണ്ടാകും. അത് നമ്മൾ തിരിച്ചറിയണം. പക്ഷേ നെഗറ്റീവും പോസിറ്റീവും എവിടെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും നമ്മൾ പഠിക്കണം. അത് നമ്മൾ കൈകാര്യം ചെയ്യാനുള്ള നമ്മുടെ വൈദഗ്ധ്യമാണ് നമ്മുടെ സൽപ്പേരുണ്ടാക്കുന്ന സംഗതി. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമ്മൾ 750 പേരുണ്ട്. RCMന്റെ ഒരു ഔട്ട്ലെറ്റിനെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒരു ചെറിയ PPTയുടെ സഹായത്തോടു കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് വേഗത്തിൽ പങ്കുവയ്ക്കാം. ഇത് പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്, എന്നാലും ആദ്യമായിട്ട് കേൾക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാകും. RCMന്റെ ഔട്ട്ലെറ്റ് നടത്തുന്ന ആളുകൾ, ഷോപ്പ് ഓണേഴ്സ് ഒത്തിരി പേരുണ്ട്, എനിക്കറിയാം. എത്ര പേരുണ്ട് RCM ഷോപ്പ് ഓണേഴ്സ്, PUC വണ്ടർവേൾഡ് ക്യൂക്ക് ഓണേഴ്സ് എത്ര പേരുണ്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? ഹാൻഡ് റൈസ് ചെയ്യാൻ അറിയത്തില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചാറ്റ് ബോക്സിൽ യെസ് എഴുതുക. കാരണം എത്ര പേരുണ്ട് എന്ന് അറിയാൻ വേണ്ടിയാണ്. 100% RCMന്റെ ഔട്ട്ലെറ്റ് ഓണേഴ്സിലേക്കും എത്തിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇതിനൊരു യൂട്യൂബ് ലിങ്കും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ഷോപ്പുകാർക്ക്, നിങ്ങളുടെ ടീമിൽ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുത്ത് അവരോട് സൗമ്യമായി ഇതൊന്ന് ഇരുന്ന് കേൾക്കാൻ പറയണം. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഇവിടെ പറയുന്നത്. ഞാൻ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം വളരെ വേഗത്തിൽ പറഞ്ഞ് ഈ സെഷൻ ഞാൻ അവസാനിപ്പിക്കും. കാരണം ഈ PPTയുടെ സഹായമില്ലാതെ കുറച്ച് കാര്യങ്ങളും കൂടെ എനിക്ക് പറയേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. RCMന്റെ ഔട്ട്ലെറ്റ് POS എന്ന പേര്, അതായത് പോയിന്റ് ഓഫ് സെയിൽ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. അപ്പോൾ RCM ബിസിനസ് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ബിസിനസ് എന്ന് പറയാറില്ല. TCG പറഞ്ഞത് ബിസിനസ് എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് 108 പ്രാവശ്യം അഭിയാൻ എന്ന് പറയിപ്പിക്കണം എന്നാണ്. അഭിയാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? എല്ലാവർക്കും ഗുണമുണ്ടാകുന്ന കാര്യം ഒരേ ലക്ഷ്യത്തോടു കൂടി, അർപ്പണ മനോഭാവത്തോടു കൂടി ഒരു കൂട്ടം ആളുകൾ ചെയ്യുന്നു. അങ്ങനെ ചെയ്ത ആ കൂട്ടായ്മയിലൂടെ ചെയ്യുന്ന കാര്യത്തിനാണ് അഭിയാൻ എന്ന് പറയുക. അപ്പോൾ RCM ചെയ്യുന്ന ഈ നല്ല കാര്യത്തിന്റെ ഗുണം നമുക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്കാണ്. അതുകൊണ്ടാണ് ഇതിനെ RCM സേവാ കേന്ദ്ര എന്ന് TCG വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത് സേവാ കേന്ദ്രമാണ്. സേവനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന കാര്യം സ്വാർത്ഥലാഭമില്ലാതെ അല്ലെങ്കിൽ പ്രതിഫലേച്ഛയില്ലാതെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രതിഫലേച്ഛ ഇല്ലാതെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ പ്രതിഫലം തരിക എന്നുള്ളത് സിസ്റ്റത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് നമ്മൾ കൈനീട്ടിയില്ലെങ്കിലും ഇതിൽ നിന്ന് കിട്ടാനുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, സോ എന്താണ് RCM അഭിയാൻ നമ്മളോട് പറയുന്നത്? ഹൗ ടു റൺ എ വണ്ടർവേൾഡ് ക്യൂക്ക് എഫക്റ്റീവ്ലി. എല്ലാ ഔട്ട്ലെറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. നോക്കൂ എത്ര മനോഹരമായിട്ടാണ് പ്രൊഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. RCMന്റെ ഔട്ട്ലെറ്റിൽ ഒരു യുണീക്ക് പാറ്റേൺ ഉണ്ട്. വെള്ളയും നീലയും, നീല സ്ട്രിപ്പുള്ള വെള്ള ഫർണിച്ചർ, അതുപോലെ കമ്പനി തന്നെ തയ്യാറാക്കി തന്നിട്ടുള്ള ബ്രാൻഡിങ് ബോർഡുകൾ. ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ ഒരാൾക്ക് ഒരു അട്രാക്ഷൻ തോന്നണം, വളരെ ഭംഗിയായിട്ട്. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബിൽവാരിയിൽ പോയപ്പോൾ RCMന്റെ ഗുരു എന്ന് പറയപ്പെടുന്ന BC ചേബ്ര സാറിന്റെ ഓഫീസിൽ പോയി. ഞങ്ങൾ 4-5 പേരുണ്ടായിരുന്നു. ഞങ്ങളോട് അദ്ദേഹം
ആർസിഎമ്മിന്റെ ഔട്ട്ലെറ്റുകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആളുകളെ അട്രാക്ട് ചെയ്യുന്നത് വെളിച്ചമാണ്. നല്ല രീതിയിൽ കാണാവുന്ന തരത്തിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം വളരെ പ്രകാശപൂരിതമായി കാണാവുന്ന തരത്തിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും വരാനുള്ള ഒരാഗ്രഹം ഉണ്ടാകും, ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ഫുള്ള് ലൈറ്റ് ഇട്ട് നല്ല ഭംഗിയായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ വണ്ടർവേൾഡ് ക്യുക്ക്, ഇപ്പോൾ ധാരാളം വണ്ടർവേൾഡ് ക്യുക്ക് ഓണേഴ്സ് നമ്മുടെ ഉണ്ട്. മുമ്പ് തുടങ്ങിയിട്ടുള്ള PUC ഉണ്ട്. PUC എന്താണ് PUC വണ്ടർവേൾഡ് ക്യുക്കും തമ്മിലുള്ള വ്യത്യാസം? PUC പണ്ടത്തെ മാനദണ്ഡം അനുസരിച്ച് തുടങ്ങിയിട്ടുള്ളതാണ്. അവയെ നമുക്ക് വണ്ടർവേൾഡ് ക്യുക്കായിട്ട് കൺവെർട്ട് ചെയ്യാൻ കമ്പനിയുടെ കറണ്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ വർത്തമാന കാലത്തുള്ള ഫർണിച്ചറും ഒക്കെ വെച്ച് നമ്മുടെ ഇൻവെന്ററി എന്ന് പറയുന്ന സ്റ്റോക്ക് ഒക്കെ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ വണ്ടർവേൾഡ് ക്യുക്കായിട്ട് കൺവെർട്ട് ചെയ്യാം. ആർസിഎമ്മിന്റെ ഡെലിവറി സെന്റർ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ പല കാറ്റഗറിയുള്ള ഔട്ട്ലെറ്റുകളെ അതിന് അങ്ങനെ തരംതിരിച്ചതിനാണ് കാണിച്ചിരിക്കുന്നത്. PUCകൾക്ക് സ്റ്റോക്ക് ഉണ്ട്, സെയിൽ ഉണ്ടെങ്കിലും അവർ പാറ്റേൺ മാറ്റിയിട്ടില്ലെങ്കിൽ, ആ യൂണിഫോമിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവരെ വണ്ടർവേൾഡ് ക്യുക്ക് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിലേക്ക് കൊണ്ടുവരുന്നില്ല. പിന്നെ വണ്ടർവേൾഡ് 2000 സ്ക്വയർ ഫീറ്റിലധികം ഏരിയ ഉണ്ടാവുകയും അതേപോലെ ഒരു 10-25 ലക്ഷത്തിനെങ്കിലും സ്റ്റോക്ക് ഒക്കെ ഉള്ള വലിയ പ്രീമിയം ഔട്ട്ലെറ്റുകളെയാണ് വണ്ടർവേൾഡ് എന്ന് പറയുക. ഇപ്പോൾ അതിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആണ് വണ്ടർവേൾഡ് പ്രൈം. സൗത്ത് ഇന്ത്യയിൽ ഒരേ ഒരു വണ്ടർവേൾഡ് പ്രൈമേ ഉള്ളൂ. എറണാകുളത്ത് ഉമങ് വണ്ടർവേൾഡ് പ്രൈം. അതുപോലെ 3 വണ്ടർവേൾഡ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന 3 വണ്ടർവേൾഡ്, 5 വണ്ടർവേൾഡുകൾ ഇപ്പോഴുണ്ട്. അടൂരുണ്ട്, കോട്ടയത്തുണ്ട്, ആലുവായിലുണ്ട്, എറണാകുളത്ത് എന്താ പറയുക, ഹോളിഡേ ഇന്റെ പുറകില് റെബേക്ക മാഡത്തിന്റെ വണ്ടർവേൾഡ് ഉണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ചെയ്യുന്ന സുലഭ് വണ്ടർവേൾഡ് ആലുവായിലുണ്ട്. അങ്ങനെ 4-5, അതുപോലെ കോഴിക്കോട് കേരളത്തിലെ ആദ്യത്തെ, സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ വണ്ടർവേൾഡ്, യൂണിവേഴ്സൽ വണ്ടർവേൾഡ്, സുരേഷ് സാറിന്റെ വണ്ടർവേൾഡ് കോഴിക്കോട്, വലിപ്പം കൊണ്ടും എന്താ പറയുക, ആദ്യം വന്ന നിലയ്ക്കും ആ ഒരു ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള വണ്ടർവേൾഡാണ് കോഴിക്കോട് വണ്ടർവേൾഡ്. അങ്ങനെ ധാരാളം വണ്ടർവേൾഡുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ തിരക്ക് പിടിച്ച് പറഞ്ഞ കൂടെ വല്ല വണ്ടർവേൾഡ് വിട്ടുപോയെന്ന് പറഞ്ഞാൽ എനിക്ക് സംശയമാണ്, അത്രയധികം വണ്ടർവേൾഡ് ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, വണ്ടർവേൾഡും വണ്ടർവേൾഡ് പ്രൈമും വണ്ടർവേൾഡ് ക്യുക്കും PUCയും ഒക്കെ ഏതാണെങ്കിലും ഒരാള് അവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് വരാൻ തോന്നുന്ന രീതിയിൽ ഉള്ള ഒരു അപ്പിയറൻസ് അതിനുണ്ടായിരിക്കണം. സോ വാട്ട് ഈസ് വണ്ടർവേൾഡ് ക്യുക്ക്? ഈ പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. കമ്പനി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഇറ്റ് ഈസ് കമ്പനീസ് ഒഫീഷ്യൽ ഔട്ട്ലെറ്റ്. കമ്പനി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊരു അസോസിയേറ്റ് ബയർക്കും, അല്ലെങ്കിൽ ആർസിഎമ്മിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഏത് അസോസിയേറ്റ് ബയർക്കും ഒരേപോലെ വാങ്ങാൻ കഴിയുന്ന റീറ്റെയിൽ ഔട്ട്ലെറ്റ്. അത് എങ്ങനെ ആയിരിക്കണം? ഇറ്റ്സ് എ പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് ഹെൽപ്സ് യു ടു ഡെവലപ്പ് യുവർ ബിസിനസ്. ഏതൊരാൾക്കും അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അത് കമ്പനിയുടെ ഓണർഷിപ്പിലുള്ളതാണ്, ഒരു വ്യക്തിയുടെ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവർ മാനേജ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് ദ ഡ്യൂട്ടി ഓഫ് ഈച്ച് PUC വണ്ടർവേൾഡ് ഓണർ ഓർ സ്റ്റാഫ് ടു ഗിവ് പ്രോപ്പർ സർവീസ് ടു കസ്റ്റമേഴ്സ്, ഇമ്പാർഷ്യൽ സർവീസ് ആൻഡ് ബെസ്റ്റ് സർവീസ്. അങ്ങനെ പറയുമ്പോൾ ഒരു 8 റൂളുകൾ നമ്മൾ പറയും. നല്ല ഒരു ഔട്ട്ലെറ്റ് എന്ന് ആളുകൾ പരിഗണിക്കണമെങ്കിൽ അവിടുന്ന് ആൾ പ്രതീക്ഷിക്കുന്നത് ട്രെയിൻഡ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഷോപ്പിനെ കുറിച്ച്, പ്രൊഡക്റ്റിനെ കുറിച്ച്, സിസ്റ്റത്തെ കുറിച്ച് അറിവുള്ള ആളായിരിക്കണം അവിടെ കൈകാര്യം ചെയ്യുന്നത്. അത് ഓണറാവാം, ഓണറുടെ ഫാമിലി മെമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് ആകാം, ആരാണെങ്കിലും. എന്ന് പറഞ്ഞാൽ അവരുടെ ഇടപെടൽ എങ്ങനെ ആയിരിക്കണം? ഹെൽപ്ഫുൾ ആയിരിക്കണം, മറ്റുള്ളവരോട് കരുണയോടുകൂടി സഹായ മനസ്ഥിതിയോടെ ആയിരിക്കണം. ഷോപ്പിലൊക്കെ ഇരുന്ന് സാധനം വാങ്ങിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ബാഗ് കൊണ്ടുവരണം, നിങ്ങൾ കെട്ടിപ്പൊച്ച് കൊണ്ടുപോകണം, വേണേ എടുത്തുകൊണ്ട് പൊക്കോണം, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്നാൽ അങ്ങനെയല്ല, സാധനമൊക്കെ എടുത്ത് അവരുടെ വണ്ടിയിൽ കൊണ്ട് വെച്ച് അവരോട് സന്തോഷം പങ്കിടുമ്പോൾ വീണ്ടും അവർക്ക് വരാൻ തോന്നും. അത്തരത്തിൽ നല്ല രീതിയിൽ ഇടപെടുന്ന ആളുകളായിരിക്കും. ഡോണ്ട് മേക്ക് പ്രോമിസസ് യു കാൺ കീപ്. നിങ്ങൾക്ക് പാലിക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ കൊടുക്കരുത്. ഏതെങ്കിലും ഒരാൾ ഒരു പരാതിയായിട്ട് വന്നു കഴിഞ്ഞാൽ ആ പരാതി നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം? തീർച്ചയായിട്ടും അതിലൊരു അനുകൂല മനോഭാവത്തോടു കൂടി പരിഹാരമുണ്ടാക്കാനുള്ള പ്രത്യേകമായ ഒരു ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. അപ്പോ ഈ പരാതിയെക്കുറിച്ച് പറയുമ്പോൾ ഇതിങ്ങനെ പറയാൻ കാരണം അറിയോ? ചില ആളുകൾ അറിവില്ലാതെ കസ്റ്റമറോട് മോശമായിട്ട് പെരുമാറുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, കസ്റ്റമർക്ക് പരാതി എന്തായിരിക്കും?
ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച്, അവർക്ക് കിട്ടിയ സർവീസിനെ കുറിച്ച് ഉള്ള അവരുടെ അസംതൃപ്തി ആയിരിക്കും പരാതിയായിട്ട് പറയുന്നത്. അപ്പൊ എന്ത് പറയും? അത് നിങ്ങളുടെ ലീഡറോട് പറയണം, അല്ലെ നിങ്ങൾ കമ്പനിക്ക് മെയിൽ ചെയ്യണം. അതെന്റെ പണിയല്ല, എനിക്ക് സാധനം തരിക മാത്രമേ ഉള്ളൂ, എനിക്ക് തീരെ കമ്മീഷൻ കുറവാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയും. ഇപ്പൊ ആരും ഹാൻഡ് റൈസ് ചെയ്യുകയും ക്വസ്റ്റ്യൻ ചോദിക്കൊന്നും വേണ്ട കേട്ടോ. അതൊക്കെ നമുക്ക് സമയമുണ്ട്, ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഫോൺ വിളിക്കുമ്പോൾ, കാരണം ഒരു ഔട്ട്ലെറ്റ് ആണ്, ആളുകൾ ഫോൺ ചെയ്യും. ഫോൺ ചെയ്യുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യണം, അവരോട് സൗമ്യമായി മറുപടി പറയണം, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യണം. എന്നുവെച്ചാൽ തിരക്കായിരുന്നുകൊണ്ട് ഫോൺ എടുത്തില്ല, അവർ ആവശ്യത്തെ വരട്ടെ, അത്തരത്തിലുള്ള ചിന്ത ആവരുത്. കാരണം ഒരു ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് അവരുടെ മാത്രമല്ല, പ്രസ്ഥാനത്തിന്റെ തന്നെ സൽപ്പേര് നിലനിർത്തുന്നതിനും ഉണ്ടാക്കുന്നതിനും സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ആർസിഎമ്മിന്റെ ഇമേജ് കാത്തു സൂക്ഷിക്കുന്നത് നല്ല ഔട്ട്ലെറ്റുകളാണ്. ആർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ, സജഷൻസ് ഉണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. അതൊന്നും എന്നോടല്ല പറയേണ്ടത്, അത് നിങ്ങൾ കമ്പനിക്ക് പറഞ്ഞോളൂ, നിങ്ങളുടെ ലീഡേഴ്സിനോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് അവരെ വെറുപ്പിക്കരുത്. കാരണം ഒരു കസ്റ്റമർ, ഒരാള് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ, മഹാത്മാഗാന്ധി പറയുന്നത് കസ്റ്റമർ ഈസ് ഗോഡ് എന്നാണ്. അങ്ങനെ ഒരു കസ്റ്റമർ വന്നാൽ അവർക്ക് വീണ്ടും വീണ്ടും നമ്മുടെ അടുത്ത് വരാൻ തോന്നുന്ന തരത്തിൽ അവരോട് ഇടപെടാൻ നമുക്ക് കഴിയണം. വളരെ മധുരമായി, സരളമായി, വളരെ എന്താ പറയുക, സ്നേഹത്തോടു കൂടി, സഹായ മനസ്ഥിതിയോടുകൂടി അവരോട് ഡീൽ ചെയ്യാൻ കഴിയണം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ അല്ലാതെ ചെയ്യുന്ന ചില കേസുകൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഓരോന്നും സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയേണ്ടി വരുന്നത്. നിങ്ങളുടെയൊക്കെ അനുഭവത്തിൽ അങ്ങനെയുള്ള ചെറിയ ഇഷ്യൂസ് എവിടെയെങ്കിലും ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുകയല്ല ചെയ്യേണ്ടത്, തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാക്കാൻ, അവരെ കറക്റ്റ് ചെയ്യാൻ, തിരുത്താൻ, അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് അവരെ നേർവഴിക്ക് നയിക്കാൻ അർഹതയുള്ള ആളുകളുടെ ചെവിയിലേക്ക് ഈ കാര്യങ്ങൾ എത്രയും വേഗം എത്തിക്കണം. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, എവിടെയെങ്കിലും തെറ്റായ രീതിയിലോ മോശമായ രീതിയിലോ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, സാധാരണ ആളുകൾ എന്താ ചെയ്യുന്നറിയോ? ആ ഷോപ്പിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് ടീമിലുള്ളവരെ വിലക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അങ്ങനെ എത്ര പേരെ വിലക്കാൻ കഴിയും? ടീമിലുള്ളവരെ എല്ലാവരെയും വിലക്കുന്നതിന് പകരം അവിടെ ഒരു ചെറിയ കറക്ഷൻ കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ അപ്ലൈനായിട്ടുള്ള കാര്യക്ഷമതയുള്ള ആളാരാണെന്ന് കണ്ടെത്തി അദ്ദേഹത്തെ വിവരം ധരിപ്പിച്ച് അദ്ദേഹത്തെ തിരുത്തി നമ്മുടെ കൂടെ കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയണം. അതിനു വേണ്ടിയുള്ള ഇടപെടൽ, സഹകരണം എല്ലാവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയുന്നത് കേൾക്കണം. അതുപോലെ വരുന്ന ആളുകൾക്ക് അവർ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നത് നമ്മൾ ഇടപെടുന്നതിലൂടെ അവർക്ക് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കുക, ഒരു മീറ്റിങ്ങിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കുക, അതുപോലെ എന്തെങ്കിലും ഓഫറുകളോ പോളിസികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് എൻ്റെ ടീമിന് മാത്രമല്ല, ലീഡേഴ്സ് ചോദിച്ചോ എന്നുള്ള മനോഭാവത്തിൽ നിൽക്കാതെ പ്രയോജനമുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരുടെ മനസ്സിൽ നമ്മളെക്കുറിച്ചൊരു സദ്വിചാരം ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ഇടപെടാൻ നമുക്ക് കഴിയണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. ഒരു ഉപ്പ് വാങ്ങിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവരോട് കടയിലുള്ള ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറഞ്ഞ് 10,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിപ്പിച്ച് വിടുന്ന ആളുകളുണ്ട്. ദൂരെ നിന്നുള്ള ഒരാളെ പറഞ്ഞു വിടുകയാണെങ്കിൽ, പുതിയൊരാളെ പറഞ്ഞു വിടുകയാണെങ്കിൽ, സാറ് എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടോളൂ, ഞാൻ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുത്തോളാം, അവർക്ക് വേണ്ട അവരുടെ പേര് ഞാൻ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം, അവരുടെ സ്പോൺസർ നമ്പർ കൂടെ സാറ് തന്നിരുന്നാൽ മതി, അല്ലെങ്കിൽ അവരുടെ കൊടുത്താൽ മതി, ഞാൻ അവരുടെ പേര് കൂടെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തേക്കാം. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. എന്നാൽ അത് പറയണ്ടല്ലേ, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്താലും പറയും, അതെ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല, അത്രയും ദൂരെയുള്ളവരായതുകൊണ്ട് അവർക്ക് നിങ്ങൾക്ക് സർവീസ് തരാൻ പറ്റുകയില്ല, ഞങ്ങൾ സർവീസ് തന്നോളാം. ഇനി അവിടെ ഐഡിയ ഉണ്ടെങ്കിൽ അതിന് പകരം നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ആരുടെയും പേരിൽ ഒരു ഐഡിയ ഇവിടെ എടുത്തോ, ഞങ്ങൾ സപ്പോർട്ട് തരാം. ഇത് നെഗറ്റീവാണ്. സാർ എന്തിനാ അത് പറഞ്ഞെന്ന് ചോദിക്കും. ഇങ്ങനെ ചെയ്യാമെന്ന് സാർ പറഞ്ഞു കൊടുക്കല്ലേ? അല്ല, അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് കേൾക്കുന്നവരറിയണം. ആരെങ്കിലും അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ അവരെ നമ്മൾ തിരുത്തണം. അതിനു വേണ്ടിയാണ്. ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇനി കാര്യമായി വിട്ടുവീഴ്ച കമ്പനിയുടെ ഭാഗത്ത് ഉണ്ടാവില്ല. ഇത് മാത്രമല്ല, അല്പം മോശമായ രീതിയിലുള്ള ഇടപെടലുകൾ വേറെ നടക്കുന്നുണ്ട്. ആർസിഎമ്മിൽ പ്രൊഡക്റ്റിന് MRP ഉണ്ട്, DP ഉണ്ട്. അതായത് മെമ്പർഷിപ്പുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട വില. ഷോപ്പുകാർക്ക് കമ്പനി ഒരു കമ്മീഷൻ കൊടുക്കുന്നുണ്ട്, ഷോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്.
അതുപോലെ ഡിപ്പോക്കാർക്കും കമ്പനി ഒരു കമ്മീഷൻ കൊടുക്കുന്നുണ്ട്, ഡിപ്പോ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതിയിൽ കച്ചവടം ചെയ്ത് വലിയ ലാഭം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിലല്ല ആർസിഎമ്മിന്റെ ഔട്ട്ലെറ്റിന്റെ ഡിസൈൻ. അതാണ് ഇന്നത്തെ ആ പോസ്റ്റർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കമ്പനി എക്സ്പെൻസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, വേറെ ആർക്കും ഇല്ലാത്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ 32 കോടി ടേൺ ഓവർ ചെയ്യുന്ന വെറും 2000 ഔട്ട്ലെറ്റുകളാണെങ്കിൽ കമ്പനി ചെലവിൽ അവനവന്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഈ പറയുന്ന 2000 പേർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആളുകൾ മുഴുവൻ ഏതെങ്കിലും ഔട്ട്ലെറ്റിൽ പോയി സാധനം വാങ്ങിച്ച് ആവശ്യക്കാരെ കണ്ടെത്തി അവരുടെ ടീം ഡെവലപ്പ് ചെയ്ത് തന്നെയാണ് അവര് അച്ചീവ്മെന്റിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഒരു ഷോപ്പിന് കിട്ടുന്ന ആ ഒരു അവസരത്തെ മറ്റുള്ളവരുടെ കഞ്ഞിയിൽ പാറ്റിയിടാൻ വേണ്ടി പ്രയോഗിക്കരുത്. ഇത് പറയാൻ കാരണം അറിയോ? ഡീപ്പ് റേറ്റിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കുന്നു. PUC റേറ്റിൽ സാധനങ്ങൾ ദൂരെ സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നു. എന്തിന്? PUC റേറ്റിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുന്നതായിട്ട് അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾ അവരുടെ മെസ്സേജ് അയച്ചോളൂ. അവരെ വരച്ച വരയിൽ നിർത്താനുള്ള പണിയെടുക്കുന്നതിന് മുമ്പിൽ നിൽക്കുന്ന ആള് ഞാനായിരിക്കും. അങ്ങനെ ചെയ്യുന്നുള്ള ദോഷം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഞാനൊരു ഷോപ്പ് നടത്തുന്ന ആളാണ്. ഞാൻ 3.5 ലക്ഷം PV ആസ്വദിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രൊഡക്റ്റ് എൻ്റെ ഐഡിയിൽ ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 22% PVയുടെ 22% കിട്ടും. എൻ്റെ PUCയിൽ നല്ല ടേൺ ഓവർ ഉണ്ട്. എനിക്ക് നോൺ FMCG ഐറ്റംസിനൊക്കെ 10% കമ്മീഷൻ കിട്ടും. അപ്പോൾ 1.5% ഇൻസെന്റീവ് ആകുമ്പോൾ 11.5% ആകും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയാണെന്നറിയാവോ? ശരിക്ക് ഒരു 10-40% വരെ കമ്മീഷൻ എൻജോയ് ചെയ്യുന്ന ആളാണ് ഞാൻ. എൻ്റെ ഷോപ്പിൽ വന്ന് വണ്ടിക്കൂലി കൊടുത്ത് മണിക്കൂറുകൾ ചെലവിട്ട് എൻ്റെ ഷോപ്പിൽ വന്ന് ഒരാള് ഡീപ്പ് റേറ്റ് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് ആ ഷോപ്പിന്റെ പരിസരത്ത് ഒരാളെ കണ്ട് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി ഒരു പ്രൊഡക്റ്റ് MRPക്ക് കൊടുക്കുമ്പോൾ എൻ്റെ ഷോപ്പിലിരുന്ന് ഞാൻ ഒരാളെ അവിടെ പറഞ്ഞു വിട്ട് അതിനേക്കാൾ 10 രൂപ കുറച്ച് അയാൾക്ക് കൊടുത്ത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ നോക്കുന്നതിനെ മലയാളത്തിൽ എന്താ പറയേണ്ടത്? കാരണം എൻ്റെ ടീമിലുള്ള ഒരാള് ഉപജീവനത്തിന് വേണ്ടി അദ്ദേഹത്തിന് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അറിവ് പറഞ്ഞു കൊടുത്ത് അതിൽ നിന്ന് 10 രൂപ ഉണ്ടാക്കി ഉപജീവനം നടത്താൻ ശ്രമിക്കുമ്പോൾ അയാളുടെ കഞ്ഞിയിൽ പാറ്റിടുന്ന പണിയല്ലേ ഞാൻ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത് ശരിയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന് അഭിപ്രായമുള്ളവർ ചാറ്റ് ബോക്സിൽ എഴുതിക്കോളൂ. അതല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നതായിട്ട് നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് ഡയറക്റ്റ് വാട്സപ്പ് ചെയ്തോളൂ. നിങ്ങൾക്ക് എൻ്റെ നമ്പർ ഇല്ലെങ്കിൽ നിങ്ങളുടെ ടെക്നിക്കൽ അച്ചീവറിന്ന് എമറാൾഡ് അച്ചീവറിന്ന് നമ്പർ വാങ്ങിച്ചോളൂ, എനിക്ക് അയച്ചു തരൂ. തീർച്ചയായിട്ടും അവരോട് സംസാരിച്ച് അവരെ നല്ല വഴിക്ക് കൊണ്ടുവരുന്നതിൽ മുൻകൈ എടുക്കുന്ന ആൾ ഞാനായിരിക്കും. ഓക്കെ, സോ ടേക്ക് ആൻ എക്സ്ട്രാ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഈ സംവിധാനത്തിന്റെ സാധ്യത ആളിലേക്ക് എത്തിക്കാൻ വേണ്ടി, ആ വരുന്ന ആളുകൾക്ക് സന്തോഷം കൊടുക്കാൻ വേണ്ടി ഷോപ്പ് നല്ല ക്ലീൻ ഔട്ട്ലെറ്റ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി വെരി ക്ലീൻ. ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് ഒരു കണ്ണാടിക്കോട് വാങ്ങിച്ചു. നല്ല ചെറിയ ചെറിയ സാധനങ്ങൾ, അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ കയറി വരുമ്പോഴേ കാണാവുന്ന തരത്തിൽ വെക്കാനായിട്ട് കൗണ്ടറായിട്ടും ഡിസ്പ്ലേ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. അത് വാങ്ങിച്ചു. അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ വെച്ചു. പതുക്കെ 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 ഷോപ്പ് കുറച്ച് കാലമായിട്ട് നടക്കുന്നു, പ്രവർത്തിക്കുന്നു. ഇപ്പൊ നമുക്ക് ഷോപ്പിനകത്ത് കയറി വരുമ്പോൾ അത് നോക്കാൻ നമുക്ക് സമയമില്ല. കാരണം നമ്മൾ നേരെ കയറി വരിക. പക്ഷെ നമ്മുടെ ഷോപ്പിലേക്ക് ആദ്യം കയറി വരുന്ന കസ്റ്റമർ ആദ്യം കാണുന്നത് ഈ ഡിസ്പ്ലേ കൂടായിരിക്കും. അതിനകത്ത് ചലന്തി വലയും പൊടിയും ഒക്കെ ആയിട്ട് മഹാവൃത്തികേടായിട്ടിരിക്കുന്നു. ആലോചിച്ച് നോക്കി എത്ര രസം ഉണ്ടാവും. ഷോപ്പിൽ സാധനം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്, ഞാൻ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു കുക്കർ വാങ്ങിച്ചു. ഇപ്പോൾ കുക്കർ വരുന്നില്ല. നേരത്തെ കുക്കർ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഷോപ്പിൽ ചെന്നപ്പോൾ ഇതൊക്കെ വല്ലപ്പോഴും എടുക്കുന്ന സാധനങ്ങളല്ലേ, അവര് ആ റാക്കിന്റെ ഏറ്റവും മുകളിലാണ് വെച്ചിരിക്കുന്നത്. ആ കുക്കർ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു, ഒരു കുക്കർ ഉണ്ടല്ലോ. ആ ഉണ്ട് സാറേ, ആ കുക്കർ തന്നൊരു എനിക്ക് ആവശ്യമുണ്ടോ. അദ്ദേഹം ആ കുക്കർ എടുത്ത് തന്നു. കുക്കർ എടുത്ത് മേശപ്പുറത്ത് വെക്കാൻ അദ്ദേഹം നോക്കുമ്പോൾ മേശപ്പുറത്ത് വെച്ചാൽ മേശ അഴുക്കാകും, അത് തറയിൽ വെച്ചാൽ തറ അഴുക്കാകും, അതേ കൈ കൊണ്ട് തൊട്ടാൽ കൈ അഴുക്കാം. അത്രയ്ക്കും പൊടിയാണ് ഇതിനകത്ത്. കൊണ്ടുവന്ന് വെച്ച സമയത്ത് അവിടെ വെച്ചാണ്, പിന്നെ അടക്കിയിട്ടില്ല. അതൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് തുടച്ചു വെക്കണം. നമ്മുടെ ഷോപ്പിനെ കുറിച്ച്, നമ്മളെ കുറിച്ച് ആളുകൾക്കുണ്ടാകുന്ന മനോഭാവം, അങ്ങനെ ഒരു ചിന്ത ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് തിരുത്താൻ വലിയ പ്രയാസമായിരിക്കും. അറേഞ്ച് ദ പ്രോഡക്ട്സ് നീറ്റ്ലി ആൻഡ് ഇൻ ഓർഡർ, കീപ് ദ ഷോപ്പ് ഏരിയ ക്ലീൻ. പിന്നെ എങ്ങനെയാണ് ഒരു ഷോപ്പ് അലോട്ട് ചെയ്യുന്നത്? പണ്ടത്തെ രീതിയല്ല, ഇപ്പം എല്ലാം ഓൺലൈനാണ്, വളരെ എളുപ്പമാണ്. ഒരു അസോസിയേറ്റ് ബയറുടെ സൈറ്റിൽ
നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ഒരു അപേക്ഷ കൊടുക്കുന്നയാൾ അസോസിയേറ്റ് വേറെ ആയിരിക്കണം നിർബന്ധമില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് അപേക്ഷ കൊടുക്കുന്നത്? തീർച്ചയായിട്ടും ഒരു അസോസിയേറ്റ് ബേയുടെ സൈറ്റിലൂടെ മാത്രമേ കൊടുക്കാൻ കഴിയൂ. അങ്ങനെ കൊടുക്കുമ്പോൾ വേണ്ട നിബന്ധനകളാണ്. എന്തൊക്കെയാണ് അതിനകത്ത് നമ്മൾ കൊടുക്കേണ്ടി വരിക? ഒരാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മൾ ഷോപ്പ് നടത്താൻ പോകുന്ന സ്ഥലത്തെ അഡ്രസ്സ്, ആ ഷോപ്പിന്റെ പ്രപ്പോസ്ഡ് ഷോപ്പിന്റെ അകത്തെയും പുറത്തെയും ആയിട്ടൊരു 10 ഫോട്ടോകൾ, അതിന്റെ ഒരു നല്ല സ്കെച്ച് എന്ന് പറഞ്ഞാൽ നീളം, വീതി, റൂമിന്റെ എന്താ പറയുക, അത് അകത്ത് എന്തെങ്കിലും അഡീഷണൽ കൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമൊക്കെ കാണിക്കാവുന്ന തരത്തിലൊരു ഡീറ്റെയിൽഡ് സ്കെച്ച് കൊടുക്കണം. കാരണം ഈ സ്കെച്ച് ഉപയോഗിച്ചിട്ടാണ് കമ്പനി അതിനകത്ത് എത്ര ഫർണിച്ചർ വേണ്ടിവരും, എന്തൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്നത്. അതിനൊരു ഡെസിഗ്നേറ്റഡ് ടീം തന്നെയുണ്ട്. അപ്പോൾ ലേ ഔട്ട് ഉണ്ടാക്കാനായിട്ട് അവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള എഞ്ചിനീയർമാരുണ്ട്. നമ്മൾ കൊടുക്കുന്ന സ്കെച്ച് മോശമായാൽ, ഇന്നിപ്പോ ഒരു അനുഭവം ഉണ്ടായി, 2 റൂം എടുത്തിട്ടുണ്ട്, അവരെഴുതി കൊടുത്തത് കറക്റ്റ് അല്ലെന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശം വെച്ച് എഴുതി കൊടുത്തു. അത് കണ്ട് മനസ്സിലാക്കിയ അവിടുത്തെ ലേ ഔട്ട് ഉണ്ടാക്കുന്ന ടീം അവർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 1,24,000 രൂപയുടെ ഫർണിച്ചറും സാധനങ്ങളും വരുന്നു. അപ്പൊ ഇവർ പറഞ്ഞു, അയ്യോ ഇത്ര നമുക്ക് ആവശ്യമില്ല. അതെങ്ങനെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ, നിങ്ങൾ തന്നിരിക്കുന്ന റൂമിന്റെ സൈസ് അനുസരിച്ച് നിങ്ങളുടെ റൂം ഫർണിഷ് ചെയ്യണമെങ്കിൽ ഇത്ര സാധനം ആവശ്യമുണ്ട്. അപ്പോഴാണ് അവർ മെഷർമെന്റ് ഒക്കെ എടുക്കുന്നത്. കറക്റ്റ് അല്ല, അത്ര ഇല്ല. സോ കൊടുക്കുന്ന ഡാറ്റ കറക്റ്റ് ആയിരിക്കണം, അത് ആവശ്യമുള്ളതായിരിക്കണം, ആവശ്യമുള്ളത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എസെൻഷ്യലായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്ന ഡോക്യുമെന്റ്സ്, ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് അവരുടെ ID പ്രൂഫ്, പാൻ കാർഡ്, അതുപോലെ അക്കൗണ്ട് പ്രൂഫ്, ഫോട്ടോ, ഇതൊക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ ഇതിന്റെ ഗൂഗിൾ ലൊക്കേഷൻ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം. ഇത് എവിടെയാണ് കിട്ടുന്നത്? ആർസെമ്മിന്റെ വെബ്സൈറ്റിൽ നമ്മുടെ സൈറ്റ് തുറന്നു കഴിയുമ്പോൾ അതിൽ RB സ്റ്റോർ മാനേജ്മെന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്താണ് ഈ പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നത്. അതിൽ എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ വണ്ടർവേൾഡ് ക്യുക്ക്, വണ്ടർവേൾഡ് പ്രൈം, ഓവിറ പെയിന്റ് ഔട്ട്ലെറ്റ്, ഡിസ്പ്ലേ വാൾ, കീസോൾ സ്റ്റോർ, ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അതിൽ എന്താണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. ഇതിൽ ഓരോ 4 സ്റ്റെപ്പിലായിട്ടാണ് അതിന്റെ ഓരോ ഭാഗങ്ങൾ കൊടുക്കേണ്ടത്. ആപ്ലിക്കന്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഒരു ഭാഗം, അത് കഴിഞ്ഞാൽ ഷോപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നത്, അതിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് കൊടുത്തു. പിന്നെ അതിന്റെ ഗൂഗിൾ ലൊക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ഗൂഗിൾ ലൊക്കേഷൻ കൊടുക്കുമ്പോൾ കുറച്ച് ഇന്റീരിയർ ആയിട്ടുള്ള സ്ഥലമാണ്, കറക്റ്റ് ആയിട്ടത് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നിയറസ്റ്റ് ഒരു അമ്പലമോ പള്ളിയോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസോ സ്കൂളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്താലും ഏതാണ്ട് ലൊക്കേഷൻ ആകും. ഇനി സബ്മിറ്റ് ചെയ്തതിന് ശേഷം വേണമെങ്കിലും, പിന്നീട് അലോട്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമ്മുടെ ഗൂഗിൾ ലൊക്കേഷൻ കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആളുടെ ഒരു സിഗ്നേച്ചറും മറ്റു പറയുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ആരാണോ നിങ്ങളുടെ റോയൽറ്റി ആൻഡ് ടെക്നിക്കൽ അച്ചീവർ, അവരാരാണെന്നും കൂടെ മെൻഷൻ ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഇതാക്കണ്ടോ താഴെ ഐ എഗ്രി ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതുകൂടെ ടിക്ക് ചെയ്തിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ. സബ്മിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പറൊക്കെ OTP വരും. ആ OTP സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ആപ്ലിക്കേഷൻ സബ്മിഷൻ ആകുന്നത്. അപ്പൊ നമുക്ക് PUC ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആകും. ഈ ആപ്ലിക്കേഷന്റെ വെരിഫിക്കേഷൻ അവരുടെ കൺസേൺ റോയൽറ്റി അച്ചീവറും ടെക്നിക്കൽ അച്ചീവറും ഇതേപോലെ അവരുടെ സൈറ്റിൽ നിന്ന് RB സ്റ്റോർ മാനേജ്മെന്റിൽ ഓൾ റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കാണാൻ കഴിയും. ഇപ്പൊ എന്റെ പേര് ടെക്നിക്കൽ അച്ചീവറായി വെച്ചുകൊണ്ട് ആരെങ്കിലും അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ സൈറ്റിൽ ഈ ഓൾ റിക്വസ്റ്റിൽ നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയും. അപ്പൊ ആപ്ലിക്കന്റ് ആരാണ്, ആപ്ലിക്കേഷൻ നമ്പർ എന്താണ്, അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് അതിനകത്ത് കാണാൻ കഴിയും. ഞാൻ അതിനകത്ത് അപ്രൂവ് എന്ന് കൊടുത്താൽ മാത്രമേ അത് കമ്പനിയിൽ സബ്മിഷൻ പൂർത്തിയായിട്ട് സമ്മതിക്കുള്ളൂ. അപ്പോൾ ഒരു റോയൽറ്റി അച്ചീവറും ടെക്നിക്കൽ അച്ചീവറും OTP കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ അതിനർത്ഥം ആ ഷോപ്പ് നടത്തുന്നതിന് അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ അവർക്ക് അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ അവരല്ല നടത്തിപ്പുകാരൻ. അപേക്ഷ കൊടുക്കുന്നതിന് ഒരു ടെക്നിക്കൽ റോയൽ ടീച്ചറും അവരെ റെക്കമെൻഡ് ചെയ്യുന്നു. പക്ഷേ റെക്കമെൻഡ് ചെയ്താൽ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഷോപ്പിന്റെ നമ്പർ അലോട്ട് ചെയ്താൽ പാസ്വേഡ് വരുന്നത് ആ വ്യക്തിയുടെ മൊബൈലിലേക്ക് മാത്രമാണ്. കാരണം പിന്നീടുള്ള ഡീലിങ്ങിന്റെ ഉത്തരവാദിത്തം കമ്പനിയും അദ്ദേഹം തമ്മിലായിരിക്കും. നടത്തിപ്പ് ഭംഗിയായി നടത്താൻ വേണ്ട സപ്പോർട്ടും ഗൈഡൻസുമാണ് ലീഡേഴ്സിൽ നിന്ന് അവർക്ക് കിട്ടുന്നത്. സോ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ആപ്ലിക്കേഷൻ നമ്പർ കിട്ടിയതിന് ശേഷം നമ്മൾ KSEBിയുടെ ബില്ല്, അതായത് ഷോപ്പിന്റെ അഡ്രസ് കൺഫേം ചെയ്തതിന് വേണം ഇലക്ട്രിസിറ്റി ബില്ല്, അത് അതിനകത്ത് തന്നെ വേണമെങ്കിൽ സബ്മിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ PUCകളിലേക്ക് പിന്നീട് അയച്ചു കൊടുക്കാം. നമ്മുടെ റെന്റ് അഗ്രിമെന്റ്, അതല്ലെങ്കിൽ ഓണർഷിപ്പ്, ഇങ്ങനെ ഏത് ഡോക്യുമെന്റ് വേണമെങ്കിലും നമുക്ക് അതിലേക്ക് അയക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ ആ
ആപ്ലിക്കേഷൻ കൊടുത്ത ആളുടെ സൈറ്റിൽ തന്നെയാണ് നമുക്ക് ഫർദർ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുക. ഇനി ഓൾറെഡി ഷോപ്പ് ഫർണിഷ്ഡ് ആണെങ്കിൽ എന്നിവിടെ പറയുന്നുണ്ട്, ഇപ്പോൾ കമ്പനി പാറ്റേൺ ഫർണിച്ചർ വേണമെന്നുള്ളതാണ് കമ്പനിയുടെ നിർബന്ധം. ചില കേസുകളിൽ അത് പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് ഓൾറെഡി ഫർണിഷ്ഡ് ആണ് അത്തരത്തിലുള്ള ഫർണിച്ചറുകളൊക്കെ ആണെങ്കിൽ ആ കേസ് ബൈ കേസ് പരിഗണിച്ചിട്ട് പ്രത്യേക അനുവാദം ചിലപ്പോൾ തരും. അതല്ലെങ്കിൽ കമ്പനി പാറ്റേൺ ഫർണിച്ചർ വേണമെന്നുള്ളതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അതായത് ആ നീല സ്ട്രിപ്പുള്ള വെള്ള ഫർണിച്ചർ സൂപ്പർ മാർക്കറ്റ് റാക്കുകളാണ് കമ്പനി ഇപ്പോൾ നമുക്ക് തരുന്നത്. അതുപോലെ ഷോപ്പുകളിലെ ബോർഡുകൾ മലയാളത്തിലുള്ള ബോർഡുകൾ ആക്കിയിട്ടുണ്ട്. അതും നിലവിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വണ്ടവലിക്ക് വെക്കുന്നുള്ള മലയാളത്തിലുള്ള ബോർഡാണ്. നേരത്തെ ഉള്ള ബോർഡുകൾ മാറ്റി പുതിയ രീതിയിലുള്ള ബോർഡ് ആക്കാനായിട്ട് കമ്പനി സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഇതിൻ്റെ കൂടെ വരും. പുതിയ ഷോപ്പിംഗ് അലോട്ട്മെന്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലേക്ക് കൂടുതൽ ഇതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. കാരണം ഇത് ചെയ്യുന്ന ആളുകൾക്ക് ആ സമയത്ത് അതിന് വേണ്ട ഡീറ്റെയിൽസ് സപ്പോർട്ട് കിട്ടുന്നുണ്ടാകും. നിങ്ങളുടെ ടെക്നിക്കൽ അച്ചീവേഴ്സ് തീർച്ചയായിട്ടും ഇതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, ഗൈഡ് ചെയ്യുന്നുണ്ടാകും. സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് PUC നമ്പർ അലോട്ട് ചെയ്ത് കിട്ടാവുന്നതാണ്, പ്രൊവൈഡഡ് പ്രോപ്പർ ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ. കാരണം അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ കമ്പനി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ 10,000 രൂപയുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കാനുള്ള ഓപ്ഷൻ വരും. അതിനുശേഷം അവര് ലേഔട്ട് പ്ലാൻ അനുസരിച്ചുള്ള നമ്മുടെ ഷോപ്പിന് സജസ്റ്റ് ചെയ്യുന്ന ഫർണിച്ചറിന്റെ ലിസ്റ്റ് ആ സൈറ്റിൽ തന്നെ തരും. ആ സൈറ്റിൽ നമ്മൾ ഫർണിച്ചർ നമ്മൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ യെസ് എനിക്ക് ഇത്ര ഫർണിച്ചർ വേണം എന്നുള്ള സജഷൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ എമൗണ്ട് കൂടെ പേ ചെയ്യാനുള്ള ഓപ്ഷൻ സൈറ്റിൽ തന്നെ തരും. അപ്പോൾ സെക്യൂരിറ്റിയുടെയും ഫർണിച്ചറിന്റെയും എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം PUC നമ്പർ അലോട്ട് ആകും. നമ്പർ അലോട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പറയാ പർച്ചേസ് ചെയ്യാനുള്ള എമൗണ്ട് അടയ്ക്കാം. എമൗണ്ട് അടയ്ക്കാനുള്ള ഓപ്ഷൻ RCM BHI ഫോർമാറ്റിലാണ്. ആദ്യത്തെ 2 എമൗണ്ടും അടയ്ക്കേണ്ടത് കമ്പനിയുടെ നേരിട്ട് ഉള്ള അക്കൗണ്ടിലാണ്. എന്നാൽ പിന്നീട് നമ്പർ കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ അടയ്ക്കരുത്. അതുകൊണ്ട് നമ്മുടെ ഷോപ്പ് നടത്തുന്ന ആളുകൾ ഇത് പറഞ്ഞിരിക്കണം. ഇത് കൂടാതെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഷോപ്പ് തുടങ്ങണമെങ്കിൽ അതെന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ചാറ്റ് ബോക്സിൽ നിന്ന് എഴുതി നോക്കിയേ. ആരെങ്കിലുമൊക്കെ ഉറങ്ങുന്നുണ്ടോ എന്ന് അറിയണ്ടേ. അതുകൊണ്ടാണ് ആദ്യം കണ്ട വീഡിയോ ഓൺ ചെയ്ത ആളുകളൊക്കെ പോയി കേട്ടാ. ഞാൻ PPT അല്ലേ പറയുന്നത്, മുറിസാറെ കാണുകയെന്ന് വിചാരിച്ച കുറെ ആളുകൾ വീഡിയോ മാറ്റിക്കളഞ്ഞു. വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ മുഴുവനായിട്ട് ശ്രദ്ധിക്കാൻ പറ്റൂ, അല്ലാത്തവർക്ക് മുഴുവൻ ശ്രദ്ധിക്കാൻ പറ്റില്ല. മുഴുവൻ ശ്രദ്ധിക്കാത്ത ആളുകൾ ചെയ്യുമ്പോൾ ചെറിയ അബദ്ധങ്ങളൊക്കെ സംഭവിക്കുക. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. യെസ്, 1-2 പേര് FSSAI എന്ന് പറഞ്ഞിട്ടുണ്ട്. FSSAI വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. FSSAI. അപ്പൊ FSSAI എടുക്കാനായിട്ട് ഷോപ്പിന് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് തന്നെ അവർ ഓർമ്മപ്പെടുത്തണം. FSSAI 2 തരത്തിലുണ്ട്. FSSAI ലൈസൻസും ഉണ്ട്, രജിസ്ട്രേഷൻ ഉണ്ട്. രജിസ്ട്രേഷൻ ആർക്കും എടുക്കാം. എന്നാൽ ഒരാളുടെ ഒരു വർഷത്തെ സെയില് 12 ലക്ഷത്തിന് മുകളിലായാൽ അത് ലൈസൻസ് ആക്കണം. അപ്പോൾ എടുക്കുന്ന സമയത്ത് രജിസ്ട്രേഷൻ എടുത്തിട്ട് പിന്നീട് ലൈസൻസ് ആക്കിയാലും മതി. എടുക്കുമ്പോൾ തന്നെ ലൈസൻസ് ആക്കി എടുത്താലും കുഴപ്പമില്ല. ചില സ്ഥലങ്ങളിൽ കുറച്ച് ഉൾപ്രദേശങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടും. ചില സിറ്റികളിലൊക്കെ കുറച്ച് കൂടുതൽ സ്ക്രൂട്ടിനി നടത്തിയിട്ടായിരിക്കും അവർ തരിക. ചിലപ്പോൾ മുനിസിപ്പാലിറ്റീസ് കോർപ്പറേഷനുള്ള ഏരിയയിലൊക്കെ ചിലപ്പോൾ ലൈസൻസ് ഒക്കെ തരുന്നതിൽ അല്പം ഡിലേ വരാറുണ്ട്. ഇതൊക്കെ കണക്കാക്കിക്കൊണ്ട് വേണം. പിന്നെ ഷോപ്പിന് അപേക്ഷ കൊടുക്കുമ്പോഴേക്കും തന്നെ നല്ലൊരു ജോത്സ്യനെ കണ്ട് ഷോപ്പ് ഉദ്ഘാടനം നടത്തേണ്ട ഡേറ്റും പക്കവും ഒക്കെ തീരുമാനിച്ചു. അവസാനം അപേക്ഷ കൊടുത്തിട്ട് നമ്മൾ ഇരിക്കുകയാണ് PUC നമ്പർ വരും എന്ന് പറഞ്ഞ്. നമ്മൾ ഫോളോ അപ്പ് ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ നോക്കുന്നില്ല. നമുക്ക് അറിയത്തില്ലായിരുന്നു സാറേ, എനിക്കറിയില്ലായിരുന്നു, ആരും പറഞ്ഞു തന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. PUC നമ്പറൊക്കെ കിട്ടി, അതുപോലെ പർച്ചേസ് ഒക്കെ ചെയ്ത് എല്ലാം റെഡിയായി എന്നാകുമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ഇനാഗുറേഷൻ ഒക്കെ പ്ലാൻ ചെയ്യാൻ. അതൊക്കെ നന്നായിട്ട് തന്നെ പ്ലാൻ ചെയ്ത് ചെയ്യണം. ഏറ്റവും നല്ല രീതിയിൽ എത്ര കൂടുതൽ ആളുകളെ അറിയിച്ച് ആഘോഷമാക്കി ചെയ്യുമോ അത് പെട്ടെന്ന് ആ പ്രദേശത്ത് ഈ എന്താ പറയുക ഒരു ടീം ഡെവലപ്പ് ചെയ്യുന്നതിനും ബിസിനസ് വളരുന്നതിനൊക്കെ സഹായിക്കും. വളരെ ഗോപ്യമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഷോപ്പിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് പിറ്റേ ദിവസമായിരിക്കും അവിടെ ഒരു ഷോപ്പ് ഉദ്ഘാടനം നടന്നു നമ്മൾ. അങ്ങനെയും ആളുകൾ ചെയ്യാറുണ്ട്. ഇതൊക്കെ ഇൻഡിവിജ്വൽ വ്യക്തി താല്പര്യങ്ങളാണ്. പക്ഷേ ചെയ്യുന്നത് എത്ര കൂടുതൽ ആളുകളെ അറിയിച്ച് ചെയ്യുമോ സഹകരണം, അതാണ് ഇവിടെ വേണ്ടത്. എല്ലാവരും അറിയിക്കുക. എത്ര കൂടുതൽ ആളുകളെ അറിയിക്കുക. ആർസെമിൽ ഒരാൾ അസോസിയേറ്റ് ബെയർ ആണെങ്കിൽ അദ്ദേഹത്തെ സ്വന്തം കുടുംബാംഗമായിട്ട് കാണണം, അല്ലെങ്കിൽ എന്താ പറയാ ബന്ധുക്കളായിട്ട് കാണണം എന്നാണ്. PUCകൾ തമ്മിലുള്ള ദൂരപരിധി നിയമത്തിലുള്ള എത്രയാണ് സാർ എന്നൊരു ചോദ്യം ചോദിക്കുന്നു. ദൂരപരിധി ബാധകമല്ല. എവിടെ വേണമെങ്കിലും PUC അനുവദിക്കാനുള്ള
അധികാരം കമ്പനിക്കുണ്ട്. എന്നാൽ സാധാരണഗതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പിന്റെ 3 കിലോമീറ്ററിനുള്ളിൽ കമ്പനി അനുവദിക്കാറില്ല. അതൊരു കീഴ്വഴക്കമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പിനുള്ള പ്രൊട്ടക്ഷൻ എന്ന നിലയ്ക്ക് 3 കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു ദൂരപരിധി കമ്പനി ഒരു കീഴ്വഴക്കമായിട്ട് വെച്ചിരിക്കുന്നു. ചില കേസിൽ കമ്പനി അറിഞ്ഞുകൊണ്ട് തന്നെ ഒന്നിലധികം ഷോപ്പുകൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനി പറയുന്നു ദൂരപരിധിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു നിയമമില്ല, കമ്പനിക്ക് എവിടെ വേണമെങ്കിലും ഷോപ്പ് അനുവദിക്കാം. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും തെറ്റിദ്ധാരണ പരത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊള്ളുക. ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. 2021 കേരളത്തിലെ ടീമിന് വേണ്ടി TCG സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണ്, ഇനി ദൂരപരിധി എന്ന് പറയുന്ന ഒരു സംഗതിയില്ല, കമ്പനി എവിടെ വേണമെങ്കിലും ഷോപ്പ് കൊടുക്കും. പക്ഷെ ഇപ്പോൾ നിലവിലുള്ള കമ്പനിയുടെ ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത് ഒരു ഷോപ്പ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ 3 കിലോമീറ്ററിനുള്ളിൽ സാധാരണഗതിയിൽ അനുവദിക്കാറില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങളുടെ ബാക്കിയിലേക്ക് വരാം. യെസ്, ആരും തിരക്ക് പിടിച്ച് ഇറങ്ങി പോകണ്ട കേട്ടോ, കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, ശ്രദ്ധിക്കുക. യെസ്, അപ്പോ എന്താണ് ഒരു ഷോപ്പ് നടത്തുന്നതിന് ഉള്ള നിബന്ധനകളും അതിന്റെ പ്രൊസീജിയറാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു 2-3 ദിവസം മുതൽ ഒരാഴ്ചക്കുള്ളിൽ സാധാരണഗതിയിൽ ഷോപ്പ് നമ്പർ അലോട്ടൊക്കെ ആയി വരും. പക്ഷേ എവിടെയെങ്കിലും താമസം വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ പോരായ്കയാണെന്ന് മനസ്സിലാക്കുക. അതോ പ്രോപ്പർ ഫോളോ അപ്പിലൂടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. പിന്നെ റിലേഷൻ വിത്ത് ഡിപ്പോ. സത്യത്തിൽ ഡിപ്പോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ PUC കാരും വണ്ടി വിളിച്ച് ഡിപ്പോയിൽ പോയി സാധനം എടുക്കായിരുന്നു. അങ്ങനെ PUCകളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ചെലവ് കുറയ്ക്കാനായിട്ട് ഒരേ റൂട്ടിലുള്ള ഷോപ്പുകാർ തമ്മിൽ ഒരു എന്താണ് പറയുക, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി. ചിലപ്പോൾ ആരെങ്കിലും ലീഡർമാർ അതിന് മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യുമായിരുന്നു. ഞാനിവിടെ തൃശ്ശൂരായിരുന്നു ആദ്യത്തെ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഡോക്ടർ രാജൻ സാറിന്റെ നേതൃത്വത്തിൽ ധാരാളം ഔട്ട്ലെറ്റ് തൃശ്ശൂർ വന്നപ്പോൾ ചങ്ങന്നൂരിൽ സാധനം എടുക്കാൻ പോകുമ്പോൾ ആ ഒരു ഗ്രൂപ്പ് ആക്കി അവർക്ക് വേണ്ട സാധനങ്ങൾ ഓർഡർ ചെയ്ത് വണ്ടി അറേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്ന പണി ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള രാജൻ സാറാണ്. രാജൻ സാർ ഒരുപക്ഷെ അന്ന് ഡിപ്പോയിൽ പോയിട്ടേ ഇല്ല, പക്ഷെ ഡിപ്പോക്കാർക്ക് രാജൻ സാറിനെ അറിയാം, എല്ലാവർക്കും രാജൻ സാറിനെ അറിയാം. കാരണം ചെങ്ങന്നൂർ ഡിപ്പോയിൽ ഏറ്റവും കൂടുതൽ സാധനം ഓർഡർ ചെയ്യുന്നത് ഡോക്ടർ രാജൻ സാറായിരുന്നു. അദ്ദേഹത്തിന്റെ ഡയറക്ഷനിൽ പോകുന്ന വണ്ടി ആഴ്ചയിൽ 3-4 പ്രാവശ്യം പോകുമായിരുന്നു. പിന്നീട് ഓരോ ദിവസവും 2-3 വണ്ടി, അങ്ങനെ ഒരു റൂട്ടിലേക്ക് തന്നെ ധാരാളം വണ്ടികൾ വന്നുകൊണ്ടിരുന്നു. അതൊക്കെ പോയിട്ട് ഇന്ന് ഡിപ്പോക്കാര് തന്നെ 4, 5, 6 വണ്ടികൾ ആളുകൾ സാധനം സപ്ലൈ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു. ഇപ്പൊ ചില PUCക്കാര് പറയും ഡിപ്പോക്കാർ സാധനം തരുന്നില്ല, അവർ കൊടുത്തു വിട്ടത് മോശമാണ്, അവർ സമയത്ത് കൊടുത്തു വിട്ടില്ല. സുഹൃത്തുക്കളെ, സാധനം PUCയിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഡിപ്പോക്കാരുടെ ഉത്തരവാദിത്വമല്ല, അവർ ചെയ്യുന്ന ഒരു സർവീസാണ്. കാരണം ഒരു PUCക്കാരൻ ഡിപ്പോയിൽ പോയി സാധനം എടുക്കേണ്ടി വന്നാൽ അവർക്ക് വരുന്ന ചെലവും അവർക്കുള്ള സമയവും ഒക്കെ ലാഭമാവുകയാണ് അവിടെ ഒരു സർവീസിലൂടെ. അത് അങ്ങനെ ഒരു പരിപാടി തുടങ്ങിയത് തൃശ്ശൂർ ഡിപ്പോ പ്രൈവറ്റ് ഡിപ്പോ വന്നതിന് ശേഷമാണ്. ഇപ്പൊ പല സ്ഥലങ്ങളിലും അത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില വണ്ടിക്കാർ ഒരു സർവീസ് പോലെ അവർ തന്നെ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിപ്പോക്കാർക്കും PUCക്കാർക്കും ഇടയിൽ ഒരു നല്ല സർവീസായിട്ട് ചെയ്തുകൊണ്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് പോകുന്നു. അപ്പോൾ ഷോപ്പിന് കിട്ടുന്ന കമ്മീഷനും കാര്യങ്ങളൊക്കെ ഇതാ വരുന്നുള്ളൂ കേട്ടോ. അപ്പോ എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ഒന്ന് ഓടിച്ച് വായിക്കാം. റിലേഷൻ വിത്ത് ഡിപ്പോ. മസ്റ്റ് വിസിറ്റ് ഡിപ്പോ ബൈ ഓൾ PUC ഓൺ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ മന്ത്. ഇതൊരു നിർദ്ദേശമാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഡിപ്പോയിലൊന്ന് പോവുക, നിങ്ങൾ കാണുക അവിടെ എന്താ നടക്കുന്നത്. പല ആളുകൾക്ക് അറിയില്ല. എപ്പോഴെങ്കിലും ഒരിക്കലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുമായിട്ട് എങ്ങനെയാണ് നമ്മുടെ ഇടപെടൽ. നമ്പർ ഓഫ് പർച്ചേസ് ഷുഡ് ബി ഇൻക്രീസ്. അതായത് എത്ര കൂടുതൽ പ്രാവശ്യം ഡിപ്പോയിൽ നിന്ന് പർച്ചേസ് ചെയ്യാവോ അത്രയും കൂടുതൽ ആക്കുക. അതിനുള്ള ഗുണം എന്താണ്? ഡിപ്പോയിൽ പുതുതായിട്ട് വരുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടും. മാസത്തിൽ 2 പ്രാവശ്യം മാത്രം വാങ്ങിക്കുന്ന ആളെ സംബന്ധിച്ച് ഇടയ്ക്ക് വരുന്ന വണ്ടിയിലുള്ള സാധനം ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ഇൻവെന്ററി ഇംപ്രൂവ് ചെയ്യണം, സ്റ്റോക്ക് എമൗണ്ട് കൂട്ടണമെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ പ്രൊഡക്റ്റും ഇഷ്ടം പോലെ ഉണ്ടാവണം. ഇൻക്രീസ് സ്റ്റോക്ക് ഓഫ് അവൈലബിൾ പ്രൊഡക്ട്സ്, ഹാവ് എ ഹെൽത്തി റിലേഷൻ വിത്ത് ഡിപ്പോ, അണ്ടർസ്റ്റാൻഡ് ദ റോൾ ഓഫ് ഡിപ്പോ, ഡു നോട്ട് ജനറലൈസ് ദ ഇഷ്യൂസ്. എന്തെങ്കിലും ചെറിയൊരു പ്രശ്നമുണ്ടെങ്കിൽ ഉടനെ തന്നെ അങ്ങനെയാണ് അവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അതിനെ ഒരു കുറ്റമായിട്ട് കണ്ട് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു പ്രവണത പാടില്ല. എന്താണ് അതിന്റെ റിയാലിറ്റി എന്ന് മനസ്സിലാക്കുക. കാരണം ഡിപ്പോക്കാരുടെ റോൾ എന്താണെന്നും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും മനസ്സിലാക്കുക. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഡിപ്പോയിൽ നിന്ന് നമുക്ക് PUCയിൽ കിട്ടുന്നു. PUCയിൽ കിട്ടിയത് നമുക്ക് ഡാമേജ്ഡ് ആയിട്ടാണ്, ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഉടനെ ആളുകൾ പറയും ഡിപ്പോയിൽ നിന്ന് സാധനം മോശമായിട്ടാണ് കൊടുത്തു വിട്ടത്. ഡിപ്പോക്കാരൻ പറയും ഞാൻ ഇവിടുന്ന് കൊടുത്തു വിട്ടപ്പോൾ നല്ലതായിരുന്നു, നിങ്ങളൊരു മെയിൽ ചെയ്യൂ. അപ്പൊ ആ മെയിൽ ചെയ്യാൻ പറയുമ്പോഴേക്കും ഇവിടെ ദേഷ്യം വരികയാണ്.
ഡിപ്പോക്കാരൻ അറിഞ്ഞുകൊണ്ട് ഏതാണ്ട് മോശമായ സാധനം എനിക്ക് തന്നു വിട്ടതാണ് എന്നുള്ള രീതിയിൽ. അങ്ങനെയാണെന്ന് തന്നെ വെച്ചോളൂ. ഒരു PUC നടത്തുന്ന ആള് അതിന്റെ വസ്തുനിഷ്ഠമായ ഡീറ്റെയിൽസോട് കൂടി കമ്പനിക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്ത് കിട്ടിയിരിക്കും. അതിനുള്ള ക്ഷമയും സാധനം നമുക്ക് ഉണ്ടാവണം. കാരണം ഡിപ്പോയ്ക്ക് കിട്ടുന്ന കമ്മീഷനും PUCക്ക് കിട്ടുന്ന കമ്മീഷനും നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്. അതല്ലെങ്കിൽ ഡിപ്പോക്കാരൻ നിങ്ങൾ പറയുന്ന അപ്പം തന്നെ റിപ്ലേസ് ചെയ്യാവുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതിലൂടെ പിൽഫറേജ് നടക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കമ്പനി ചെറിയ ചില റെസ്ട്രിക്ഷൻസ് വെക്കുന്നത്. അല്ലേ TC പറഞ്ഞല്ലേ, മേ മാലിക്കവും എന്ന് പറഞ്ഞാൽ ഞാനാണ് ഉടമ, ഞാനാണ് ആർസെമിന്റെ ഉടമ. അപ്പം ഞാൻ ഉടമയാണെങ്കിൽ എന്റെ വസ്തു, എന്റെ പ്രോപ്പർട്ടി, എന്റെ ബിസിനസ്, എന്റെ സ്ഥാപനം സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ഞാനൊരു ഷോപ്പ് നടത്തുന്ന ആളാണ്. എനിക്ക് കൊണ്ടുവന്നപ്പോൾ 15 പാക്കറ്റിൽ ആട്ട, അതിന്റെ ബാഗ് ഞാൻ തുറന്നപ്പോൾ 4 പൊട്ടിയതാണ്. ഞാൻ പൊട്ടിയതാണെന്ന് പറഞ്ഞു. ഡിപ്പോക്കാരൻ പറഞ്ഞു ഓക്കെ സാറ് വന്നോളൂ, നാളെ റിപ്ലേസ് ചെയ്തേക്കാം. അവിടെ എഴുതി വെച്ചു 4 പൊട്ടിയതാണ്, റിപ്ലേസ് ചെയ്തു. അങ്ങനെ ആരൊക്കെ പറഞ്ഞാലും അവർക്ക് തന്നെ റിപ്ലേസ് ചെയ്ത് കൊടുക്കാനുള്ള അനുവാദം കൊടുത്താൽ വേണമെങ്കിൽ ഡിപ്പോക്കാരന് അതിനകത്ത് ചെറിയൊരു കള്ളത്തരം കാണിക്കാം, അല്ലേ? ആരുടെയും വാങ്ങിച്ചില്ലെങ്കിലും ഏതെങ്കിലും PUCയുടെ പേരിൽ 4 പൊട്ടിയെന്ന് എഴുതി വെച്ച് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ലൂപ്പ് ഹോൾ ഉണ്ടാകാതിരിക്കാനാണ് എല്ലാം ഫുൾ പ്രൂഫായിട്ട്, അതായത് പഴുതുകൾ അടച്ച് സിസ്റ്റം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ സാധനം മോശമാണ്, ഉപയോഗിക്കാൻ പറ്റാത്തതാണെങ്കിൽ അതിന്റെ ബാച്ച് നമ്പറും ഡീറ്റെയിൽസും കാണിച്ച് അതിന്റെ ഇൻവോയ്സ് നമ്പറും കാര്യങ്ങളൊക്കെ വെച്ച് കമ്പനിക്ക് ഒരു മെയിൽ ചെയ്യുക. ആ മെയിൽ ചെയ്യേണ്ട ആർക്കാണെന്ന് പറയുന്നുണ്ട്. feedback@rcml.com PUC കെയറിലേക്കും, അതുപോലെ ക്വാളിറ്റി സംബന്ധമായ ഇഷ്യൂ ആണെങ്കിൽ QC@rcml.com ഉൾപ്പെടുത്തി നിങ്ങളൊരു മെയിൽ അയക്കൂ. അതിനെ ഫോളോ അപ്പിലൂടെ നിങ്ങൾക്ക് അതിന് റിപ്ലേസ്മെന്റ് കിട്ടും. പക്ഷെ നമ്മൾ വെറുതെ നമ്മുടെ സ്വസ്ഥത കളഞ്ഞ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി പ്രശ്നമുണ്ടാക്കുന്നതുകൊണ്ട് പരിഹാരം ഉണ്ടാവില്ല. നമുക്ക് വേണ്ടതിന് സൊല്യൂഷനാണ്. അപ്പോൾ ഇത്തരത്തിലാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഞാനൊന്ന് സന്ദർഭോചിതമായി പറഞ്ഞത് മാത്രം. എങ്ങനെയാണ് ഒരു ഷോപ്പിന്റെ ടേൺ ഓവർ വർദ്ധിപ്പിക്കാൻ കഴിയുക, ഹൗ ടു ഡെവലപ്പ്. ഓൾവേസ് സ്മൈൽ ആൻഡ് വിഷ കസ്റ്റമർ. ഒരു ഷോപ്പിൽ വരുന്ന ആളോട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ഷോപ്പിലെ സ്റ്റാഫ് അല്ലെങ്കിൽ അവിടുത്തെ ഓണർ എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറുന്നത്. നിങ്ങളൊരു ഷോപ്പ് ഓണർ ആണെങ്കിൽ നിങ്ങളുടെ ഷോപ്പിലേക്ക് വരുന്ന കസ്റ്റമറോട് നിങ്ങൾ എങ്ങനെയാണ് സ്വയം അനലൈസ് ചെയ്യുക, ഒന്ന് വിലയിരുത്തുക. ഒരു കറക്ഷൻ ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് ചെയ്താൽ നമ്മുടെ ഇമേജ് കൂടും. TCG പറഞ്ഞത് RCM കാ ഛവി വിടാന എന്ന് പറഞ്ഞാൽ RCMന്റെ ഇമേജ് വളർത്തുക. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലും RCMന്റെ ഇമേജ് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ഇത് ചെയ്യാം. എവിടെയെങ്കിലും ഒരു കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്തോളൂ. ഇനി നിങ്ങൾക്ക് നേരിട്ട് പറയാൻ മടിയുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ, നമുക്ക് പറയാം. കാരണം ആസ് എ ഹോൾ RCMന്റെ ഇമേജ് മെച്ചപ്പെടുത്തുക, അല്ലേ? അതിന്റെ റോഷ്നി ബനാന, അതാണ് നമ്മുടെ ലക്ഷ്യം. ഷെയർ ദ പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് ടു ദം. വരുന്ന ആളോട് പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. പല ഷോപ്പുകളിൽ അങ്ങനെയാണ്. ഓടി വന്ന് സാധനം മേടിക്കാൻ വരുന്ന നിൽക്ക് നമുക്കൊരു പുതിയ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്, അറിഞ്ഞില്ലേ? ഇപ്പൊ ഹൈഡ്രാജൽ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. അവർക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഹൈഡ്രാജലിൽ തുറന്ന് ഒരല്പം അവർക്ക് എടുത്ത് എന്താ പറയാ ഫീൽ ചെയ്യാനൊക്കെ കൊടുക്കും. അപ്പൊ അവർ പ്രൊഡക്റ്റ് വാങ്ങിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതെന്താ സാധനം എന്ന് അറിയത്തില്ലാത്ത ആളുകളുണ്ട്. അപ്പൊ ഒരു ഷോപ്പ് ഓണറെ സംബന്ധിച്ച് പുതുതായിട്ട് വരുന്ന പ്രൊഡക്റ്റുകളും അതിന്റെ ഫീച്ചറും അതിന്റെ ഉപയോഗവും അതിന്റെ ബെനിഫിറ്റും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ വരുന്ന എല്ലാ മാറ്റങ്ങളും കസ്റ്റമർക്ക് ബെനിഫിഷ്യൽ ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും, അതുപോലെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് യാതൊരു ടീമിന്റെ വിവേചനവും ഇല്ലാതെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പ്രവണത നമുക്ക് ഉണ്ടാവണം. ഓക്കെ, ഷെയർ ദ പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് ടു ദം, ഇൻഫോം ദം അബൌട്ട് ന്യൂ പ്രൊഡക്ട്സ്, ന്യൂ പ്രോഗ്രാം പോളിസീസ്, യൂസ് ഓൺലൈൻ ബില്ലിംഗ് സിസ്റ്റം, ഗിവ് സ്പോട്ട് ബിൽ ടു ദ കസ്റ്റമർ. In case of internet or system failure, give manual bill and clear it immediately when the system becomes normal. ഇതിൽ ഇങ്ങനെ എഴുതി കൊടുക്കുന്ന ബില്ലിൽ കടയുടെ ഫോൺ നമ്പറും പേരും ഉണ്ടായിരിക്കണം. ഊരും പേരും ഒന്നുമില്ലാതെ തോന്നിയ രീതിയിൽ വില എഴുതി സാധനം കൊടുത്ത് പിന്നീട് ആ ബില്ലും കൊണ്ട് ആളുകൾ പരാതിയും പറഞ്ഞ് നമ്മുടെ അടുത്ത് വരുന്ന കേസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരിക്കലും. കാരണം നമ്മുടെ സിസ്റ്റം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ട്രൂ, ട്രാൻസ്പെറന്റ് ആൻഡ് ഓണസ്റ്റ്. അങ്ങനെയുള്ളവർക്ക് RCMൽ വളരാൻ കഴിയും, അവർക്ക് ഒരു ക്വാളിറ്റി ഇല്ലെങ്കിലും. അല്ലാത്തവർക്ക് എത്ര ക്വാളിറ്റി ഉണ്ടെങ്കിലും അവർക്ക് വളരാൻ കുറച്ച് പ്രയാസമുള്ളതായിട്ടാണ് കഴിഞ്ഞ 20 വർഷത്തെ എൻ്റെ അനുഭവം എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. സത്യസന്ധമായി മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവത്തോടു കൂടി RCMൽ ഇടപെടുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് കഴിവുകളൊന്നും ഇല്ലെങ്കിലും അവർ തനിയെ വളരും. എന്നാൽ എത്ര ധിഷണാശാലി ആണെങ്കിലും എത്ര ടെക്നോളജി മാസ്റ്റർ ആണെങ്കിലും അല്പമെങ്കിലും കളങ്കം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പെരുമാറുന്നതിന്റെ ഉദാഹരണങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ വളർച്ച
തടസ്സപ്പെടുന്നത് നമുക്ക് കാണാം. അതാണ് എൻ്റെ അനുഭവം. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നങ്ങ് അവസാനിപ്പിച്ചേക്കാം. അങ്ങനെ ചെയ്യുന്നവരാരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരെ നമുക്കൊന്ന് തിരുത്തണം. അതിന് നിങ്ങൾ എന്നോടും നമ്മുടെ ലീഡേഴ്സിനോടും സഹായിക്കണം. ഓക്കെ. മെയിൻറ്റെയിൻ എ കസ്റ്റമർ രജിസ്റ്റർ. ഇപ്പോ ബുക്കൊന്നും എടുത്ത് വെക്കേണ്ട കാര്യമില്ല. നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. PUCയുടെ സൈറ്റിൽ AV ലിസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഷോപ്പിൽ സാധനം വാങ്ങിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് തന്നെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് നോക്കി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പർച്ചേസ് ചെയ്യാത്ത ആളുകളെ അതിനകത്ത് തന്നെ നോക്കി അതിൽ നിന്ന് തന്നെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വിളിക്കാനുള്ള സംവിധാനം വരെയുണ്ട്. എന്ത് ചെയ്യണം? ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ നല്ല ഒരു സിസ്റ്റം നമുക്കുണ്ടാവണം. ലാപ്ടോപ്പ് അല്ല കമ്പ്യൂട്ടർ ഉണ്ടാവണം. അതിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കണം. അതിൽ POS.rsimple.com എന്നൊരു വെബ്സൈറ്റ് എടുക്കണം. വെബ്സൈറ്റ് എടുത്ത് ഓപ്ഷൻസ് പഠിക്കണം. പഠിച്ചിട്ട് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കി പഠിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യണം. വെറുതെ ആപ്പ് മാത്രം എടുത്ത് അതിലൂടെ പൈസ അടച്ച് ഓർഡർ ചെയ്ത് ബില്ലിങ് മാത്രം ചെയ്യുന്ന ആളുകൾക്ക് പല ഓപ്ഷൻസും അറിയാൻ പറ്റില്ല. അങ്ങനെ ആവരുത്. നമ്മൾ കാര്യങ്ങൾ മുഴുവൻ പഠിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം. പിന്നെ PUCയിൽ മീറ്റിംഗ്, മെയിൻറ്റെയിൻ നോട്ടീസ് ബോർഡ് ആൻഡ് ഡിസ്പ്ലേ, ന്യൂ പ്രോഗ്രാം, ന്യൂ പ്രൊഡക്ട്സ്, പ്രൈസ് ചേഞ്ച്, ഓഫേഴ്സ്, സ്പെഷ്യൽ അച്ചീവ്മെന്റ്സ് എക്സെട്ര. ഷോപ്പിൽ വീക്ക്ലി മീറ്റിംഗ് നടത്തണം എന്നുള്ളത് പണ്ട് മുതലേ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യമാണ്. ഇപ്പോൾ ULP ക്യുക്ക് എന്ന പേരിൽ നമുക്ക് RCM ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള പ്രത്യേക ഫോർമുല കമ്പനി തന്നിട്ടുണ്ട്. ഇപ്പോൾ അത് മലയാളത്തിൽ ലഭ്യമാണ്. നിങ്ങളത് ഡൗൺലോഡ് ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്യണം. ഒരു സ്മാർട്ട് TV അല്ലെങ്കിൽ ഒരു പ്രൊജക്ടർ സംവിധാനം ഒരു നല്ല ഔട്ട്ലെറ്റ് ഉണ്ടാവണം. അതാണ് പ്രതീക്ഷിക്കുന്നത്. സേവാ കേന്ദ്ര എന്ന് പറഞ്ഞാൽ വരുന്ന ആളുകൾക്ക് RCMനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഇന്നത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി സംവിധാനത്തിന്റെ സഹായത്തിൽ പറഞ്ഞു കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണമെന്നാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പോ എല്ലാ ഷോപ്പുകളിലും ആഴ്ചയിൽ ഒരു മീറ്റിംഗ് വീതം നടത്തുന്നു എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ ചെയ്താലുണ്ടാകുന്ന നേട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കി. മീറ്റിംഗ് നടക്കുന്ന ദിവസം ഷോപ്പിൽ സെയിൽ കൂടുതലുണ്ടാവും. അങ്ങനെ അനുഭവമുള്ളവരൊന്ന് ഹാൻഡിൽ ചെയ്ത്. മീറ്റിംഗ് നടക്കുന്ന ദിവസം ഷോപ്പിൽ സെയില് സാധാരണ ദിവസത്തേക്കാൾ കൂടുതൽ സെയിലുണ്ട്. ഇഷ്ടംപോലെ ആളുകൾ അങ്ങനെ അനുഭവമുള്ളവരുണ്ട്. അത് എന്തുകൊണ്ടാണ് പറയുന്നത്? അവര് മീറ്റിംഗ് നടത്തുന്നത് കൊണ്ടാണ്. ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്യാത്ത PUCക്കാര് അവര് മീറ്റിംഗ് നടത്തുന്നില്ല. നമ്മൾ ചെയ്യുന്നത് മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ അന്ന് സെയിൽ കൂടുതൽ ഉണ്ടാകുമെങ്കിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് കൂടുതൽ ടേൺ ഓവർ കൊണ്ടുവരാൻ വേണ്ടിയാണ്. നമുക്ക് സെയിൽസ് കമ്മീഷൻ കിട്ടുന്നതിനോടൊപ്പം ടീം കമ്മീഷൻ കിട്ടും. ഏതൊരു ഷോപ്പിലും കസ്റ്റമേഴ്സിന്റെ വലിയൊരു ശതമാനം അവരുടെ തന്നെ ടീമിലുള്ളവരായിരിക്കും. അപ്പോൾ മീറ്റിംഗ് നടത്തി റെഗുലർ ആയിട്ട് മീറ്റിംഗ് നടത്തുമ്പോൾ അവരുടെ ടേൺ ഓവർ കൂടും, അവരുടെ ടീമിലുള്ളവരുടെ വരുമാനം കൂടും, ആ ഷോപ്പിനെ കുറിച്ചുള്ള എന്താ പറയാ സൽപ്പേര് വർദ്ധിക്കും. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. ആലോചിച്ച് നോക്കുക, കേരളത്തിൽ ഏകദേശം ഞാൻ പറഞ്ഞ 2000-ഓളം ഔട്ട്ലെറ്റുകളുണ്ട്. ഈ 2000 ഷോപ്പിലും ആഴ്ചയിൽ ഒരു മീറ്റിംഗ് വീതം നടക്കുന്നു എന്ന് സങ്കല്പിച്ചാൽ ഒരു മാസം 4 മീറ്റിംഗ്, 2000 ഷോപ്പിന് 4 മീറ്റിംഗ്, 4 8,000 മീറ്റിംഗില് ഓരോ മീറ്റിംഗിൽ ഏറ്റവും കുറഞ്ഞത് 10 പേരെന്ന് കൂട്ടിക്കൊള്ളൂ. 50, 60, 70, 100 പേര് പങ്കെടുക്കുന്നുണ്ട്. 5, 6 പേര് പങ്കെടുക്കുന്നുണ്ട്. കൂടുതലുമുണ്ട്. 10 പേരെ കരുതിയാൽ പോലും 80,000 ആളുകൾ ഒരു മാസം RCMനെ കുറിച്ച് മനസ്സിലാക്കും. അതിൽ കുറെ ആളുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നവരുണ്ടാകും. ഭൂരിപക്ഷം ഒരു ഷോപ്പിലെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് ഭൂരിപക്ഷം പേരും ആ ഷോപ്പ് ഓണറുടെ ടീമിൽ തന്നെ ഉള്ളവരായിരിക്കും. ആലോചിച്ച് നോക്കുക, ദൂരെ നടക്കുന്ന ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് ആളുകളെ എത്ര പേരെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടാകും. എന്നാൽ അതിൽ നിന്ന് എത്രയോ മടങ്ങ് ആളുകളെ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയൊരു കാര്യം ചെയ്തിട്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ഷോപ്പിൽ വലിയ സംവിധാനങ്ങളൊന്നും ആവശ്യമില്ല. ഷോപ്പിന്റെ സൗകര്യം കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ 5, 8, 10 കസേരകൾ വാങ്ങിച്ചിടുക. ഒരു ബോർഡും മാർക്കറും ഉണ്ടാവുക. പ്രൊജക്ടറോ സ്ക്രീനോ അല്ലെങ്കിൽ സ്മാർട്ട് TVയോ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ കമ്പനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്ടർ, അതും എന്താ പറയുക ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക്, അതിന് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഒരു ഷോപ്പുകാരന് കിട്ടാൻ വേണ്ടി അതിനകത്ത് PV ബോർഡും വേണ്ടെന്ന് വെച്ചു. RCMന്റെ സിസ്റ്റത്തിലൂടെ തരുന്ന ഉൽപ്പന്നങ്ങളിൽ എല്ലാത്തിനും PV ഉണ്ട്. പക്ഷെ ഇതിന് PV പോലും ഇല്ലാത്തത് ഒരു ഷോപ്പ് ഓണർക്ക് ഏറ്റവും റീസണബിൾ ആയിട്ട് അതിന്റെ എന്താ പറയുക ടു ദ കോസ്റ്റിൽ അത് കിട്ടണം. അത് വാങ്ങിച്ച് അത് ഷോപ്പിൽ പ്രതിഷ്ഠിച്ച് അതിൽ വെച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും നിങ്ങളത് നടത്തണം. TCG പറഞ്ഞ് എന്തിന് ആഴ്ചയിൽ ഒരു ദിവസം ആക്കുന്നു? എല്ലാ ദിവസവും ആക്കൂ. ഒരു ദിവസം 3 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ മീറ്റിംഗ് നടത്തുന്ന ആളുകളുണ്ട്. കാരണം 1, 2 മണിക്കൂർ കൊണ്ട് RCM എന്താണെന്ന് ULP ക്യുക്കിന്റെ സൂത്രവാക്യത്തിലൂടെ അല്ലെങ്കിൽ PPTയിലൂടെ വളരെ എളുപ്പത്തിൽ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്തുകൊണ്ട് RCMന്റെ മേന്മ എന്താണെന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം.
അപ്പോൾ അങ്ങനെ മീറ്റിംഗ് നടത്താനുള്ള സംവിധാനം ഉണ്ടാകണം. അത് റെഗുലർ ആയിട്ട് നടത്തുകയും വേണം. ആഴ്ചയിലൊരു മീറ്റിംഗ്. ചില ടീമുകളിൽ വളരെ കർക്കശ സ്വഭാവത്തോടു കൂടി ലീഡേഴ്സ് മുൻകൈ എടുത്തുകൊണ്ട് ഓരോ ആഴ്ചയിലും എവിടെയാണ് മീറ്റിംഗ്, ആരാണ് സംസാരിക്കാൻ പോകുന്ന ലീഡേഴ്സ്, അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കി അവരെ ഡീറ്റെയിൽ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കുക. സാധാരണ ഒരു ഹാൾ മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ അവിടെ വരുന്ന അതിഥികൾക്ക് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിന് കാര്യങ്ങൾ എളുപ്പത്തിൽ നല്ല രീതിയിൽ മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രഗത്ഭരായ ആളുകളെ കൊണ്ട് മാത്രമാണ് സംസാരിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സംസാരിക്കാൻ എപ്പോഴും ചില ആൾക്ക് മാത്രമായിരിക്കും അവസരം കിട്ടുക. അപ്പൊ നമ്മുടെ ടീമിൽ പുതിയ ലീഡേഴ്സിനെ നമ്മളെങ്ങനെ ക്രിയേറ്റ് ചെയ്യും? എന്നാൽ ഇത്തരത്തിൽ ഷോപ്പുകളിൽ മീറ്റിംഗ് നടത്തുന്ന ഒരു ശീലമാക്കിയാൽ നമ്മുടെ ടീമിലുള്ള ഈവൻ യാതൊരു പിൻലെവലും ബാധകമല്ല. പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാൻ അറിയുന്ന ആളുകൾക്ക് പ്രൊഡക്റ്റ് പറയാനുള്ള അവസരം കൊടുക്കുക, സിസ്റ്റത്തെ കുറിച്ച് പറയാനുള്ളവർക്ക് അങ്ങനെ, മോട്ടിവേഷൻ പറയാനുള്ളവർക്ക് അങ്ങനെ, അത്തരത്തിൽ നമ്മളൊരു ടീം ഉണ്ടാക്കുന്നു, ഒരു ഫാക്കൽറ്റി ഉണ്ടാക്കുന്നു. എന്നിട്ട് അവരെ ഓരോരുത്തരെയും അവരുടെ സൗകര്യം അനുസരിച്ച് ഓരോ ഷോപ്പിലേക്ക് നമ്മൾ ഓരോ ദിവസം അലോട്ട് ചെയ്യുന്നു. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടൈം ടേബിൾ ഉണ്ടാക്കുന്ന പോലെ ടീച്ചർമാരും സബ്ജക്റ്റും എന്ന് പറയുന്ന പോലെ ഓരോ ഷോപ്പിലേക്ക് ഓരോരുത്തരെ നിശ്ചയിക്കുന്നു. അങ്ങനെ ഒരാള് 10-12 മീറ്റിങ്ങുകളിൽ സംസാരിച്ച് കഴിയുമ്പോൾ അയാൾ നല്ല മിടുക്കനായ ഒരു എന്താ പറയാ പെർഫോമറായിട്ട് മാറും. ചിലർ പ്രൊഡക്റ്റ് ട്രെയിനറായിട്ട് മാറും, ചിലർ സിസ്റ്റം പഠിപ്പിക്കുന്ന ആളായിട്ട് മാറും, ചിലർ മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് മാറും. അങ്ങനെ ഒത്തിരി കഴിവുള്ള ആളുകൾക്ക് നമ്മുടെ ടീമിലൊക്കെ ഉണ്ട്. അവർക്ക് അവസരം കിട്ടുന്നു. ഈ ഷോപ്പുകളിലൊക്കെ മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ ടേൺ ഓവർ കൂടുന്നു. അങ്ങനെ ആർസിമിനെ സംബന്ധിച്ച് വളരെ ഊഷ്മളമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഈ ചെറിയ ഒരു പണി മതി. ഏതാണ്? എല്ലാ ഷോപ്പിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മീറ്റിംഗ് നടത്തുക. അത് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ പ്ലാൻ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം വലിയ പ്രോഗ്രാമുകൾ പലപ്പോഴും ശനിയാഴ്ചയും ഞായറാഴ്ചകളിലും ആയിരിക്കും നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അയ്യോ സാറേ അന്ന് ആ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നടത്താൻ പറ്റില്ല, ക്യാൻസൽ ആയി എന്ന് പറയും. അങ്ങനെ വരാതിരിക്കാൻ തിങ്കൾ മുതൽ വെള്ളിയുള്ള ദിവസങ്ങളിൽ, ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ സംസാരിച്ച പല ലീഡേഴ്സിനോടും പല ഷോപ്പ് ഓണേഴ്സിനോടും ഞാൻ ഡയറക്റ്റ് പറഞ്ഞു, യെസ് സാർ, കേട്ടതായിരുന്നു, ഞങ്ങൾ തുടങ്ങിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ തുടങ്ങിയതായിരുന്നു, ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളഞ്ഞായിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ ഒത്തിരി ആളുകൾ അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് നല്ല റിസൾട്ടാണ് വരുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഉൽപ്പന്നം വാങ്ങിക്കുന്ന ഷോപ്പിലാണ് നടക്കുന്ന ഉറപ്പുവരുത്തുക. അവിടെ ചെയ്യേണ്ട ഒരു ചെറിയ കാര്യം കൂടി ഉണ്ട്. അടുത്ത ഒരു 4 ദിവസത്തേക്ക്, അതായത് ഇപ്പോൾ ബുധനാഴ്ച 3 മണിക്കാണ് എൻ്റെ ഷോപ്പിൽ മീറ്റിംഗ് എങ്കിൽ അടുത്ത 4 ബുധനാഴ്ചകളിൽ മീറ്റിംഗിൽ ആരാണ് അതിഥി വരുന്നതെന്ന് അവിടെ ഒരു ബോർഡിൽ എഴുതി വെക്കണം. ഒരു വൈറ്റ് ബോർഡ് അതിനുവേണ്ടി വാങ്ങിച്ചോളൂ. എവിടെയായിരിക്കണം ആ ബോർഡ് പ്ലേസ് ചെയ്യുന്നത്? കൗണ്ടറിൽ മുകളിലായിട്ടായിരിക്കണം. കൗണ്ടറിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നാൽ മറഞ്ഞു പോകുന്ന തരത്തിലാവരുത്, അതിന്റെ മുകളിലായിരിക്കണം. അപ്പൊ ഞാൻ എൻ്റെ ഷോപ്പിൽ കൗണ്ടറിൽ ഞാൻ എഴുന്നേറ്റ് നിന്നാൽ മറയാത്ത തരത്തിൽ എൻ്റെ തലയ്ക്ക് മുകളിൽ വരാവുന്ന തരത്തിൽ ആ ബോർഡിൽ എഴുതണം. മീറ്റിംഗ്, വീക്കിലി മീറ്റിംഗ്. അപ്പോൾ ബുധനാഴ്ച, ഈ ബുധനാഴ്ച ആര്, അടുത്ത ബുധനാഴ്ച ആര്. അതുകൂടാതെ പ്രധാനപ്പെട്ട ഓർമ്മ വെക്കേണ്ട വലിയ പ്രോഗ്രാമുകൾ, ഇപ്പോൾ തുടക്കത്തിൽ ബിൻ സാർ പറഞ്ഞില്ലേ, ഡയമണ്ട് സുരേന്ദ്രൻ സാർ വരുന്ന പ്രോഗ്രാം എന്താണ്? ഒക്ടോബർ 18, 19 ആ ഡേറ്റ് നമ്മൾ എഴുതി വെക്കണം. അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വരുന്ന ആൾക്ക് അത് കാണാനായിട്ട് പറ്റണം. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതിങ്ങനെ മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു ഷോപ്പിൽ ഒരു 5-8 ലക്ഷത്തിന്റെ ടേം നടക്കുന്ന ഷോപ്പാണെങ്കിൽ കുറഞ്ഞത് ഒരു 300 പേരെങ്കിലും ആ ഷോപ്പിൽ നിന്ന് റെഗുലർ ആയിട്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നവരുണ്ടാവും. അങ്ങനെ വാങ്ങിക്കുന്ന ആളുകൾ ഭൂരിപക്ഷം പേരും 500 ബിബിൽ താഴെ മാത്രം വാങ്ങിക്കുന്നവരാണ്. കാരണം അവർ ചായപ്പൊടി, എണ്ണ, മല്ലി, മുളക് അത്രയേ ഉള്ളൂ, തീർന്നു. ബാക്കി ഗുഡ്സിപ്പ് എന്താണെന്ന് അവർക്കറിയില്ല, ഭുജി എന്താണെന്ന് അവർക്കറിയില്ല, പോഹ എന്താണെന്ന് അറിയില്ല, ഗാർഡൻ കോൾ എന്താണെന്ന് അറിയില്ല. കാരണം എന്താ? അവർ മീറ്റിംഗിന് വരുന്നില്ല. അവർ വരുന്ന സമയത്ത് അവരോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സമയമില്ല. പറയുമ്പോൾ അവർ വിചാരിക്കും, കടക്കാരൻ പറയുമ്പോൾ ഇത് ഇയാൾ കച്ചവടം കൂട്ടാനുള്ള പണിയല്ലേ, എനിക്ക് ആവശ്യമുള്ള വാങ്ങിച്ചാൽ പോരെ. പക്ഷേ ഒരു മീറ്റിംഗിന് വരുമ്പോഴാണ് ഗുഡ്സിപ്പ് എന്താണെന്നും അത് ഉപയോഗിച്ചാലുള്ള ഗുണം എന്താണെന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുക. വെജിറ്റേറിയൻ മേറ്റ് എന്താണെന്നും ഗാർഡൻ കോൾ എന്താണെന്നും ഒരു മീറ്റിംഗിൽ വരുമ്പോഴായിരിക്കും അദ്ദേഹം മനസ്സിലാക്കുക. അവിടെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതിന്റെ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് മനസ്സിലാക്കുക. അപ്പോഴാണ് അവർ തീരുമാനമെടുക്കുക. അങ്ങനെ തീരുമാനമെടുക്കുമ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുക. ഞാൻ ആർസിമിൽ ജോയിൻ ചെയ്ത് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. കാരണം എനിക്ക് ഓപ്പർച്യൂണിറ്റി മനസ്സിലാകാൻ 1 വർഷം താമസിച്ചു. സുഹൃത്തുക്കളെ, നമ്മുടെ അനാസ്ഥ കൊണ്ട് ആർക്കും ഓപ്പർച്യൂണിറ്റി മനസ്സിലാകാൻ താമസം വന്നുകൂടാ. എത്രയും വേഗം, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത സ്പീഡിൽ ആളുകൾ അച്ചീവേഴ്സ് ആയിട്ട് മാറണം. അച്ചീവേഴ്സ് ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ എന്താണ്? അഖില മാഡത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഓരോ പിൻലെവലും തിന്മയ്ക്കെതിരെയുള്ള ആർസിമിന്റെ വിജയമാണ്. കാരണം കൂടുതൽ ആളുകളിലേക്ക് ആർസിമിന്റെ ഉൽപ്പന്നങ്ങൾ എത്തി, ആളുകൾ ഉപയോഗിക്കുമ്പോൾ, അവരുടെ ആരോഗ്യം മെച്ചപ്പെടുമ്പോൾ, അവരുടെ ചെലവ് കുറയുമ്പോൾ, അവർക്ക് വരുമാനം ഉണ്ടാകുമ്പോൾ, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയിൽ വളർച്ചയ്ക്ക് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാകുമ്പോഴാണ് ഒരു പുതിയ ലെവൽ ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും
തിന്മയ്ക്കെതിരെയുള്ള ആർസിഎമ്മിന്റെ വിജയമാണ് നമ്മുടെ ഓരോരുത്തരും വിജയം. അപ്പോൾ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാന്ന് പറയുമ്പോൾ വ്യക്തിപരമായ ഒരു നേട്ടമല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത്, മറിച്ച് ഈ നന്മ പരമാവധി ആളുകളിലേക്ക് ഏറ്റവും ചുരുങ്ങിയ വേഗത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആർസിഎമ്മിന്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് വലിയ ഒരു രഹസ്യമാണ്. അതിൻ്റെ സാധ്യതകൾ അപാരമാണ്. ശരിക്കും മനസ്സിലാക്കണം എന്തൊക്കെയാണ് ആർസിഎമ്മിൽ നമുക്ക് കിട്ടുക. കസ്റ്റമർ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം, ഒരു ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക, അതിലൂടെ പ്രൊഡക്റ്റിനെ കുറിച്ചും അതുപോലെ കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ ആൾക്ക് പറഞ്ഞു കൊടുക്കുക. ഞാൻ മുമ്പേ പറഞ്ഞു, ഡിസ്കൗണ്ട് സെയിൽ ആപ്ലിക്കബിൾ ഓൺലി ഫോർ അസോസിയേറ്റ് ബേസ് ആൻഡ് ന്യൂ ജോയിനിങ് ഓർ റെഫറൽ പീപ്പിൾ, റെസ്റ്റ് ഓൾ സെയിൽ ഷുഡ് ബി ഓൺ MRP. ഇത് പറഞ്ഞത് കൊണ്ട് യുദ്ധം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ വിവേകം കാണിക്കണം. വിവേകം. എൻ്റെ പേരിലല്ല എൻ്റെ ID, എൻ്റെ വൈഫിൻ്റെ പേരിലാണ്. ഞാനൊരു കടയിൽ ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കുക, ഇത് ആരുടെ ID ആണ്? സാറിൻ്റെ പേരിൽ ID ഉണ്ടോ? ഇല്ല, സോറി, നിങ്ങളുടെ പേരിൽ ID ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ തരുള്ളൂ. ഒരു അസോസിയേറ്റ് പേർക്കോ അദ്ദേഹത്തിന്റെ പ്രതിനിധികൾക്കോ അദ്ദേഹത്തിന്റെ ID-യിലോ അദ്ദേഹത്തിന്റെ ഡിസ്പ്ലേ വാളിലോ കമ്പനി നിശ്ചയിക്കുന്ന വിലയ്ക്ക് ബില്ല് ചെയ്ത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആര് ഇത് ചോദിച്ചാലും ആര് പറഞ്ഞിട്ടാണ് എന്താണ് ചോദിക്കേണ്ട കാര്യമില്ല, കൊടുക്കണം. എന്നാൽ വഴിയെ പോകുന്ന ഒരാളെ വിളിച്ചു കയറ്റി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഡിസ്കൗണ്ട് റേറ്റിൽ സാധനം കൊടുത്ത് ഒരു അസോസിയേറ്റ് പേർക്ക് MRPയിൽ വിൽക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത്. അപ്പൊ ഇതിനെ നമ്മൾ തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നെവർ അപ്പോയിന്റ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ വെറും ഒരു സ്റ്റാഫായിട്ട് ഇരിക്കുന്ന ആളെ ആയിരിക്കരുത് കടയിൽ നമ്മൾ നിർത്തുന്നത്. ഓക്കെ, അല്പം സ്പീഡ് കൂട്ടിയില്ലെങ്കിൽ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് നമുക്ക് പറയാൻ പറ്റാതെ വരും. അല്പം നീണ്ടുപോയി നമ്മുടെ പ്രസംഗം. ഒരു ഷോപ്പിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി പുതിയൊരു ഷോപ്പ് തുടങ്ങുന്ന ആളുകൾ ആ പ്രദേശത്തുള്ള വീടുകളിൽ ഭവന സന്ദർശനം നടത്തണം. അടുത്തുള്ള കടകളുണ്ടെങ്കിൽ അവിടെയൊക്കെ പോകണം. കഴിയുമെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റ് കയ്യിൽ എടുത്തുകൊണ്ട് പോവുക. പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്ന നമ്മുടെ കടയുടെ പേരും കൂടെയുള്ള നോട്ടീസുകൾ ഉണ്ടെങ്കിൽ അതും കരുതുക. എന്നിട്ട് അവിടെ ഇന്ന് പറയണം, ആരോഗ്യദായകമായ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് തരുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത്, ഉദാഹരണമായി എന്ന് പറഞ്ഞ് അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന തരത്തിൽ എന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ ഒന്ന് ഓടിച്ച് പരിചയപ്പെടുത്തുക. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് 2-3 മിനിറ്റിൽ കൂടുതൽ വിശദമായിട്ട് സംസാരിക്കരുത്. തെളിവുകൾ കാണിച്ചു കൊടുക്കുക, ഉദാഹരണങ്ങൾ കാണിച്ചു കൊടുക്കുക. കഴിയുമെങ്കിൽ അവർക്ക് അതൊന്ന് അനുഭവിക്കാൻ, അവർക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കുക. അപ്പോൾ ഭുജിയെ കുറിച്ച് പറഞ്ഞു, ഈറ്റബിൾസിനെ കുറിച്ച് പറഞ്ഞു, ലോകോത്തര നിലവാരമുള്ള പാചക എണ്ണ എന്നറിയപ്പെടുന്ന ഏറ്റവും മികച്ച പാചക എണ്ണ എന്നറിയപ്പെടുന്ന റൈസ് ബ്രാൻ ഓയിലാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് ആ മിക്സറുകളൊക്കെ കാണിച്ചിട്ട് അല്പം ഭുജി അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ, ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് ഈ റൈസ് ബ്രാൻ ഓയിലും നമ്മുടെ ഗോതമ്പൊടി ഉപയോഗിച്ചാണ്, ഗോതമ്പൊടി വെള്ളത്തിട്ട് കുത്തത്തിന് ശേഷമാണ് പൊടിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ബിസ്ക്കറ്റ് ഒരു കഷ്ണം കഴിക്കാൻ കൊടുത്താൽ തീർച്ചയായിട്ടും അവർ വാങ്ങാൻ തയ്യാറാകും. അപ്പൊ അങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾ MRPയിൽ കൊടുക്കുമ്പോൾ ഒരു ഷോപ്പിന്റെ പരിസരത്ത് ഒരു 500-1000 വീടുകളിൽ സമയബന്ധിതമായി നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ, പരിചയപ്പെടുമ്പോൾ അവർ MRPയിൽ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് PUC-കാരന് ഒരു 40% വരെ ലാഭം ഉണ്ടാക്കും. അന്നത്തെ മെനക്കെട്ടുള്ള പൈസ കിട്ടും. ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആളുടെ സ്നേഹപൂർവ്വം ഷോപ്പിലേക്ക് വരാൻ പറഞ്ഞ് വിളിക്കുക. അങ്ങനെ അവർ വന്നാൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഒരു ഷോപ്പിന്റെ പരിസരത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, 500 വീട്ടിൽ 2000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ ഷോപ്പിൽ എത്ര ടേൺ ഓവർ നടക്കും? ഈസി ആയിട്ട് നടക്കുന്ന കാര്യമാണ്. പലയിടത്തും ഷോപ്പുകൾ നഷ്ടത്തിൽ പോകുന്നത് അല്ലെങ്കിൽ ലാഭമായിട്ടല്ലാതെ പ്രവർത്തിക്കുന്നുള്ളതിന് കാരണം ആ ഏരിയയിൽ ആളുകൾക്ക് സിസ്റ്റം മനസ്സിലായിട്ടില്ല, പറഞ്ഞു കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ സ്റ്റോക്ക് ഇല്ല. ഈ 2 പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കണം. ധാരാളം സ്റ്റോക്ക് വെക്കുകയും പരിസരത്തുള്ള ആളുകൾ മുഴുവൻ ആർസിനെ കുറിച്ച്, നമ്മുടെ ഷോപ്പിനെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും അറിയുകയും ചെയ്യണം. ഒരു ഷോപ്പിന് കിട്ടുന്ന ലാഭത്തെക്കുറിച്ച് പറയുമ്പോൾ ഹോം ഡെലിവറി സിസ്റ്റം ലേറ്റസ്റ്റ് കമ്പനിയുടെ ഒരു നയമാണ്. കാരണം നമുക്കറിയാം, എല്ലാവരും വീട്ടിൽ നിന്നൊരു ഉൽപ്പന്നം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലമാണ്. ഇന്ന് ആർസിഎം എത്ര വരെ വളർന്നു ആലോചിച്ച് നോക്കുക. ഇന്ത്യയിലെ ഏതാണ്ട് 800-ലധികം സിറ്റികളിൽ ഹൈപ്പർ ലോക്കൽ ഡെലിവറി എന്ന് പറയും. ഹോം ഡെലിവറി എന്ന് പറഞ്ഞാൽ FMCG ഉൾപ്പെടെയുള്ള സാധനങ്ങളിൽ അസോസിയേറ്റ് ബേസിന് അവരുടെ വീട്ടിൽ കിട്ടാവുന്ന തരത്തിൽ ഷോപ്പുകൾ ഹോം ഡെലിവറി നടത്തുന്നു. ഇനി അതല്ലാതെ ഇന്ത്യയിൽ എവിടെയും പിൻകോഡ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്ഥലത്തും ആർസിഎമ്മിന്റെ FMCG ഉൽപ്പന്നങ്ങളും ഹരിത സഞ്ജീവിനി, എന്താ പറയാ, കീസോൾ, ന്യൂട്രിചാർജ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളും കമ്പനി ഡയറക്റ്റ് അയച്ചു കൊടുക്കും. ഇത് നമുക്ക് ഓൺലൈൻ ഓർഡറിലൂടെ ഒരു അസോസിയേറ്റ് പേർക്ക്, ഈവൻ അസോസിയേറ്റ് പേരില്ലാത്ത ഏതൊരു ഇന്ത്യൻ പൗരനും
ഓൺലൈൻ ഓർഡറോടെ ഇത്തരം ഉൽപ്പന്നങ്ങൾ വരുത്താനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ ഷോപ്പുകാർ ഹോം ഡെലിവറി ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന കമ്മീഷന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 2 ലക്ഷത്തിന് 4%, അടുത്ത 2 ലക്ഷത്തിന് 2%, പിന്നീട് ഓരോ ശതമാനം വീതവും അവർക്ക് അഡീഷണൽ ആയിട്ട് കമ്മീഷൻ കിട്ടും. ഷോപ്പിന്റെ സാധാരണ രീതിയിലുള്ള കമ്മീഷൻ എന്ന് പറയുന്നത് 7%. സോറി, ആട്ടയ്ക്കും എണ്ണയ്ക്ക് 7%, മറ്റ് FMCG ഉൽപ്പന്നങ്ങൾക്കെല്ലാം 8%, പെയിന്റിന് 10%, ടൂൾസിന് 10%. നോൺ FMCG എന്ന് പറയുമ്പോൾ അതിനകത്ത് കീസോൾ, വ്യോമിനി, ടെക്സ്റ്റൈൽ, ഫുട്വെയർ എല്ലാം വരും. ഇതിനും 10%. ഈ ടൂൾസിന്റെ ശേഷം അങ്ങനെ ഒരെണ്ണം കൂടെ സ്പെഷ്യലായിട്ട് ഇതിനകത്ത് എഴുതേണ്ടതാണ്. ഇത് കൂടാതെ ആദ്യത്തെ 6 മാസം, ആദ്യത്തെ ഹാഫ് ഇയർലി 6 മാസത്തെ ടേൺ ഓവർ 12 ലക്ഷത്തിൽ കൂടുതൽ വന്നാൽ 1%, 25 ലക്ഷത്തിൽ കൂടുതൽ വന്നാൽ 1.5% ഇൻസെന്റീവ് കിട്ടും. ഞാൻ പറഞ്ഞു 1.5% ഇൻസെന്റീവ് വാങ്ങിക്കുന്ന 500ഓളം ഷോപ്പുകൾ കേരളത്തിലുണ്ട്. 1% വാങ്ങിക്കുന്നവരാണ് ബാക്കിയുള്ള ഭൂരിപക്ഷം പേരും. അപ്പോൾ ഇൻസെന്റീവ് വാങ്ങിക്കുന്നില്ലാത്ത ഷോപ്പുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നില്ല. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർ ഇംപ്രൂവ് ചെയ്യാനുണ്ട്. അവർക്ക് സ്റ്റോക്ക് കുറവാണ്, അവരുടെ സർവീസ് മികച്ചതല്ല. ഈ 2 കാരണങ്ങൾ, ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ വേറെ ഒരാൾക്കും കഴിയില്ല, കമ്പനിക്ക് കഴിയില്ല, ലീഡേഴ്സിന് കഴിയില്ല. അവനവൻ വിചാരിക്കണം, ഷോപ്പിന്റെ അറ്റ്മോസ്ഫിയർ മാറ്റണം, നല്ല രീതിയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നല്ല സർവീസ് കൊടുത്തുകൊണ്ട് സ്റ്റോക്കിന്റെ അറ്റ്മോസ്ഫിയർ മാറ്റിയാൽ എല്ലാവർക്കും 1.5% ഇൻസെന്റീവ് വാങ്ങാനുള്ള അവസരം ഉണ്ടാകും. അപ്പോ ഇതാ ഒരു ഷോപ്പിന്റെ ബെനിഫിറ്റിന്റെ കണക്കാണ് കാണിച്ചിരിക്കുന്നത്. ആൻ ഓൾഡ് POC വാസ് ദെയർ. അവിടെ 1.5 ലക്ഷത്തിന്റെ മന്ത്ലി സെയിൽ ഉണ്ടായിരുന്ന ഒരു ഷോപ്പ് ഒരാള് ഏറ്റെടുത്തു. അതിൽ 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്തു. 1 വർഷം കഴിഞ്ഞപ്പോൾ ആ ഷോപ്പിന്റെ ഇത് PPT ഉണ്ടാകുന്ന സമയത്ത് പ്രീവിയസ് മന്ത് സെയിൽ 8,30,000. അപ്പൊ ആവറേജ് ഇൻകം എത്രയാന്ന് നോക്കി, 62,000. ആലോചിച്ച് നോക്കാം, വേറെ ഏത് ബിസിനസ്സിലാണ് ഇത്രയും നമുക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയുക? അതുപോലെ ഒരു ഷോപ്പിനുണ്ടാകാവുന്ന ലാഭത്തിന്റെ ഒരു ഏകദേശ കണക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ആയിട്ട് ഒരു 2%, 1% കിട്ടുന്നവരുണ്ട്, 1.5% കിട്ടുന്നവരുണ്ട്. നേരിട്ട് പോയി എടുക്കുന്ന ആൾക്ക് അതിലും കുറവാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ സുജിത് സാർ പറയുണ്ടായിരുന്നു, 1 മാസം ഏതാണ്ട് 8 ലക്ഷം രൂപയുടെ സാധനമാണ് അദ്ദേഹം കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ഓൺലൈൻ ഓർഡർ ചെയ്ത് വരുത്തത്, നോൺ FMCG. അപ്പോൾ അതിന് ഒരു ജില്ലിക്കാശ് പോലും ട്രാൻസ്പോർട്ടേഷൻ ആയിട്ട് കൊടുക്കേണ്ടി വരുന്നില്ല. അപ്പോൾ സ്റ്റാഫിനുള്ള സാലറി, റെന്റ്, ഇന്റർനെറ്റ്, മറ്റ് ചെലവുകൾ, അങ്ങനെ എല്ലാ ചെലവും കഴിഞ്ഞാലും ഒരു മാസം ഒരു 10-15,000 രൂപയുടെ എങ്കിലും ഇൻകം ലാഭമായിട്ട് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഒരു മാസത്തെ മിനിമം സേവിങ് പെർ മന്ത് 10,000 രൂപയെന്നാണ് ഇതിനകത്ത് കണക്കാക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വർഷം 1,20,000. 10-20 വർഷം ജോലി ചെയ്തിട്ട് എത്ര രൂപ സേവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജോലി ചെയ്യുന്നവർക്കൊക്കെ അറിയാം, കാര്യമായ സമ്പാദ്യം നമുക്ക് ഉണ്ടാക്കാൻ കഴിയാറില്ല. എന്നാൽ RSMന്റെ ഔട്ട്ലെറ്റുകൾ, ഇനിയും നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇന്ന് ടെക്നോളജി യുഗമാണ്. എല്ലാവരും ഓൺലൈൻ പർച്ചേസിലൂടെയാണ്. ട്രഡീഷണൽ മാർക്കറ്റ് രീതിയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ കച്ചവടം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാം ഇൻസ്റ്റാമാർട്ട് പോലെയുള്ള അല്ലെങ്കിൽ സ്വിഗ്ഗി പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ആളുകൾ ഉൽപ്പന്നം വാങ്ങിക്കുന്നു. ഫ്രീ ഹോം ഡെലിവറി ആയിട്ടും ഓഫറുകളായിട്ടും ഒക്കെ കൊടുത്ത് കസ്റ്റമേഴ്സിന് സാധനം വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം വന്നുകൊണ്ടിരിക്കുമ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഷോപ്പുകളൊക്കെ നോക്കുകുത്തികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ RSMലൂടെയും ഇത് കിട്ടുന്നു. ഷോപ്പ് നടത്തുന്ന ആളുകൾ മനസ്സിലാക്കുക, ഹോം ഡെലിവറിയും അതുപോലുള്ള കാര്യങ്ങളും നടത്തിലാക്കിക്കൊണ്ട് RSMന്റെ ഔട്ട്ലെറ്റുകളിലെ തന്നെ ഒരു നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വലിയൊരു ടീം ക്രിയേറ്റ് കൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് വളരുന്നു എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ സെല്ലിംഗ് ബെനിഫിറ്റ് ഒരു ഷോപ്പിന് ഈ പൈസ നമ്മളൊരു ബാങ്കിലാണ് ഇടുന്നതെങ്കിൽ മാക്സിമം 10% ഇൻട്രസ്റ്റ് കിട്ടും. 5 ലക്ഷത്തിന് 50,000 രൂപ. എന്നാൽ നമ്മൾ ഷോപ്പ് നടത്തുകയാണെങ്കിലോ, ഹിയർ വി ആർ ഗെറ്റിംഗ് എ ബെനിഫിറ്റ് ഓഫ് അപ് ടു 52.8%. ടോട്ടൽ കണക്കാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ഒരു ബിസിനസ് ഉണ്ടാക്കുമ്പോൾ ഏതാണ് ലാഭം എന്ന് നമുക്ക് കണക്കൂട്ടാൻ പറ്റണം. ഹിസ് ഇൻകം റൈസ് ഫ്രം 60,000 to 90,000, നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, പണ്ട് ഞാൻ RSM സജീവമായി വരുന്ന സമയത്തുള്ള കണക്കാണ്. ജോയിനിങ് കിറ്റിന് 5%, റീപർച്ചേസിന് 6%. 2007 കഴിഞ്ഞപ്പോൾ രണ്ടിനും 7% ആക്കി. പിന്നീട് അത് ആട്ടയ്ക്കും ഓയിലിന് 7%, FMCGക്ക് 8% ആക്കി. പിന്നീട് വീണ്ടും അത് വർദ്ധിപ്പിച്ചു.
നോക്കുക, 2007 അര കിലോ ചായപ്പൊടിക്ക് 65 രൂപയായിരുന്നു. PUCക്ക് ബെനിഫിറ്റ് എത്ര കിട്ടുന്നത്? 4 രൂപ 55 പൈസ. ഇന്ന് ചായപ്പൊടിയുടെ DP എത്രയാ? 244. അതിന്റെ PUC കമ്മീഷൻ എത്രയാണ്? 8% കണക്കാക്കിയാൽ 19.52. അന്നും അര കിലോ ചായപ്പൊടി കൊണ്ട് എത്ര ചായ എടുക്കും? അത്രയും ചായ തന്നെ ഇപ്പൊ എടുക്കാൻ കഴിയുന്നുള്ളൂ. അന്ന് എത്ര പേര് നമ്മുടെ കടയിൽ നിന്ന് ചായപ്പൊടി വാങ്ങിക്കുന്നുണ്ടായിരുന്നു? അപ്പോൾ ആ തരത്തിൽ ലാഭത്തിൽ വർധന ഉണ്ടാക്കി. ചില ആൾ പറയും ചില സാധനങ്ങൾക്കൊക്കെ വില കൂടിയിട്ടുണ്ട്, ആ കണക്കിനുള്ളത് കൂടിയിട്ടുള്ളൂ. അങ്ങനെയല്ല. മൊത്തത്തിൽ നമ്മൾ നോക്കുക, RCMന്റെ ഒരു ഔട്ട്ലെറ്റ് നടത്തുന്നതിലൂടെ ഒരാൾക്ക് കിട്ടാവുന്ന നേട്ടം മറ്റൊരു തരത്തിലും കിട്ടുകയില്ല. RCM എന്ന് പറയുന്നത് ബേസിക്കലി ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് തന്നെയാണ്. അപ്പോൾ എന്താണ് നെറ്റ്വർക്ക്? ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ ക്രിയേറ്റ് ചെയ്താൽ, ഉൽപ്പന്നങ്ങൾ സെയിൽ ചെയ്യുന്ന ആളുകളുടെ കൂട്ടായ്മ ക്രിയേറ്റ് ചെയ്താൽ, പുതിയ ആളുകൾ ഇതിലേക്ക് കൊണ്ടുവരുന്നവരുടെ കൂട്ടായ്മ ക്രിയേറ്റ് ചെയ്താൽ, ഔട്ട്ലെറ്റുകളുടെ കൂട്ടായ്മ ഇതിലേക്ക് കൊണ്ടുവന്നാൽ, ഇതെല്ലാം ഈ സിസ്റ്റത്തെ നമ്മുടെ ടീമിനെ സ്ട്രോങ് ആക്കും. അപ്പോൾ ആക്റ്റീവ് അസോസിയേറ്റ് ബേസിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക. ആരൊക്കെയാണോ നമ്മുടെ ടീമിലുള്ളവർ അവരെയൊക്കെ സിസ്റ്റത്തിന്റെ സാധ്യത പറഞ്ഞു കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച് കൂടെ നിർത്തുക. ഈ അവസരങ്ങൾ ശരിക്കും കാണിച്ചു കൊടുക്കുക. ചുരുങ്ങിയ ഒരു കാലത്തിനുള്ളിൽ ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതിയിൽ ബിസിനസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അവസരം നമുക്ക് ഓൾമോസ്റ്റ് ഇല്ലാണ്ടാകും. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കടകളും അടഞ്ഞു പോകും. പക്ഷേ RCMന്റെ ഔട്ട്ലെറ്റിന്റെ എണ്ണം കൂടി വരും. ഇന്ന് ആരാണോ പ്രൊമോട്ട് ചെയ്യുന്നത് അവരുടെ ടീമിൽ എത്ര ഷോപ്പുകളുണ്ടോ ആ ഷോപ്പിലൊക്കെ നടക്കുന്ന ടേൺ ഓവറിൽ നിന്ന് അവർക്ക് വരുമാനം കിട്ടുന്ന ഒരു കാലം ഉണ്ടാകും. അത് ഓരോ ഔട്ട്ലെറ്റ് ഓണറും മനസ്സിലാക്കുക. നിങ്ങളുടെ ഷോപ്പ് പ്രസന്റബിൾ ആക്കി കാണിച്ചുകൊണ്ട്, നിങ്ങളുടെ ഷോപ്പിനെ മാതൃകയാക്കിക്കൊണ്ട് നിങ്ങളിലൂടെ അനേകം ഷോപ്പുകൾ വരണം. 2006 തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായിട്ടൊരു ഔട്ട്ലെറ്റ് ഞാൻ തുടങ്ങി. അതിന് പണം മുടക്കിയത് ഞാനല്ല, എൻ്റെ സഹോദരിയുടെ വീട്ടിലാണ് തുടങ്ങിയത്. പക്ഷേ ഇന്ന് എൻ്റെ ടീമിൽ 2000-ഓളം ഔട്ട്ലെറ്റുകളുണ്ട്. ഒറീസയിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ ഇന്ത്യയുടെ പല ഭാഗത്തും എൻ്റെ ടീമിൽ ഔട്ട്ലെറ്റുകളുണ്ട്. ഇൻവെസ്റ്റ് ചെയ്തത് മറ്റുള്ളവരാണ്. സാധനം വാങ്ങിക്കുന്നവര് എൻ്റെ ടീമിലുള്ളവർ അല്ലാത്തവരുണ്ട്. പക്ഷേ ഇന്ന് വലിയൊരു സ്ട്രോങ് നെറ്റ്വർക്കായിട്ട് അത് മാറി. ഒരു 5 വർഷം കൂടെ കഴിയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എൻ്റെ ടീമിലെ ഔട്ട്ലെറ്റ് ഇല്ലാത്ത ഒരു സംസ്ഥാനം പോലും ഇന്ത്യയിൽ ഉണ്ടാവില്ല. 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മുടെ ടീമിൽ നിന്നുള്ള ഔട്ട്ലെറ്റുകൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ തുടങ്ങുമ്പോൾ 0-ൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷെ നിങ്ങളിപ്പോൾ തുടങ്ങുമ്പോൾ നിങ്ങൾ ഹീറോ ആണ്. കാരണം ഞാൻ തുടങ്ങുമ്പോൾ ഹെൽത്ത് കാർഡ് ഇല്ല, ആട്ടയില്ല, ന്യൂട്രിചാർജ് ഇല്ല, ഹരിസഞ്ജീവനി ഇല്ല, കീസോൾ ഇല്ല, ഗുഡ് ഡോട്ട് ഇല്ല, പെയിന്റ് ഇല്ല, വണ്ടർവേൾഡ് പ്രൈം ഇല്ല, വണ്ടർവേൾഡ് ഇല്ല. ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ അറിയാവുന്ന ആളുകളില്ല, ട്രെയിനേഴ്സ് ഇല്ല, കമ്പനി നടത്തുന്ന പ്രോഗ്രാമുകളില്ല. ഇന്ന് നോക്കൂ, ഫ്രീ ആയിട്ട് കമ്പനി എക്സ്പെൻസിൽ നമുക്ക് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനുള്ള അവസരം. ഈ കഴിഞ്ഞ ദിവസം 4 പ്രോഗ്രാമാണ് കേരളത്തിൽ കമ്പനി നടത്തിയത്. ഒരാളെ RCM പറഞ്ഞു കൊടുക്കാൻ ഒരു പ്രയാസവും ഇല്ല. നിങ്ങൾക്കറിയില്ലെങ്കിലും ഓൺലൈൻ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട്, ഇതാ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഈ കാര്യം ഇവിടെ യൂട്യൂബിലുണ്ടാകും. ഈ പ്രോഗ്രാം കാണിച്ചുകൊണ്ട് ഒരു ഔട്ട്ലെറ്റ് ഓണർക്ക് എങ്ങനെ ഔട്ട്ലെറ്റ് നന്നായിട്ട് നടത്താം, നേട്ടം എന്താണെന്ന് കാണിച്ചു കൊടുക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഹരിസഞ്ജീവന്റെ പ്രോഗ്രാം നടത്തി. തുടർച്ചയായിട്ട് അടുത്ത 3 ദിവസത്തെ പ്രോഗ്രാമിന്റെ ലിങ്ക് നിങ്ങൾ കൊടുത്താൽ ഹരിസഞ്ജീവന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് മുഴുവൻ അവർക്ക് അറിവ് കിട്ടും. അത്തരത്തിൽ കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും ബോധ്യപ്പെടുത്താനുള്ള അവസരം അനുദിനം വർദ്ധിച്ചു വരികയാണ്. ഈ അവസരത്തെ ശരിയായി പ്രയോജനപ്പെടുത്തണം. സോ ഒറ്റ കാര്യമുള്ളൂ, ഈസ്റ്റ് ഓർ വെസ്റ്റ്, നോർത്ത് ഓർ സൗത്ത്, RCM ഈസ് ദ ബെസ്റ്റ്. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അവസരം, ലോകത്തിലെ ഏറ്റവും വലിയ അവസരമാണ് RCM എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. മറ്റെന്ത് കാര്യത്തിനും കൊടുക്കുന്ന പ്രാധാന്യം നിങ്ങൾ മാറ്റിവെച്ച് RCMന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അടുത്തൊരു 3 വർഷത്തേക്ക് ഇതിനെ അങ്ങ് തീവ്രമായി ഏറ്റെടുക്കുക. 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു പൊസിഷനിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാകും. വലിയൊരു ടീമിന്റെ ഉടമയായി എല്ലാ തരത്തിലുള്ള നേട്ടത്തിനും അർഹരായിട്ട്. അങ്ങനെ ധാരാളം ആളുകൾ നമ്മുടെ ഒക്കെ പ്രേരണ ഉണ്ടാവട്ടെ. അതിനുവേണ്ടി നമുക്കെല്ലാം കൂട്ടായിട്ട് പ്രവർത്തിക്കാം. താങ്ക് യു വെരി മച്ച്. ജയ് RCM. ഓക്കെ, ഇന്ന് ഒത്തിരി ആളുകൾ, പുതിയ ആളുകൾ ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും. നിലവിൽ ഷോപ്പ് നടത്തുന്ന ധാരാളം പേരുണ്ടാകും, അച്ചീവേഴ്സ് ഉണ്ടാകും. ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ യൂട്യൂബ് ലിങ്ക് നിങ്ങളുടെ ടീമിലുള്ളവർക്ക് പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് കഴിയണം. നല്ല ഔട്ട്ലെറ്റുകൾ കൊണ്ട് നിറഞ്ഞ ഒരു
ഒരു നാടായിട്ട് നമ്മുടെ നാടിനെ നമുക്ക് മാറ്റണം. താങ്ക് യു വെരി മച്ച്.